ഹരേ കൃഷ്ണ. എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഓൺലൈനായി ഭാഗവതത്തിലെ നാരായണ കവച മന്ത്രം അതിനെ പറ്റിയിട്ടാണ് കുറച്ചു നേരം ഇന്ന് സംസാരിക്കണമെന്ന് വിചാരിക്കുന്നത്. എല്ലാവർക്കും നമസ്കാരം. അപ്പോ നാരായണ കവച മന്ത്രം ഭാഗവതത്തിലെ ഏറ്റവും പ്രശസ്തമായിരിക്കുന്ന ഒരു മന്ത്രമാണ് നാരായണ കവച മന്ത്രം. ഇവിടെ അധിക ആളുകളും ഭാഗവതം നന്നായിട്ട് പഠിക്കുന്നവരാണ്. എല്ലാവർക്കും അറിയാം, മന്ത്രത്തിന്റെ പ്രത്യേകതയൊക്കെ എല്ലാവർക്കും നന്നായിട്ട് അറിയുന്നതാണ്. ഒരു ഭാഗവതത്തിലെ ഒരു പ്രധാനപ്പെട്ട മന്ത്രം, കുറേ മന്ത്രങ്ങളുണ്ട് ഭാഗവതത്തില്. അതില് നാരദ മഹർഷി ചെറിയ കുട്ടിയായിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ അമ്മ ഒരു ദാസീപുത്രനായിട്ടാണ് അദ്ദേഹം നാരദ മഹർഷി ആവുന്നതിന്റെ മുന്നത്തെ ജന്മത്തില് ദാസീപുത്രനായിട്ടാണ് ജനിച്ചത്. അപ്പൊ ആ സമയത്ത് അദ്ദേഹത്തിന് സത്സംഗം ഉണ്ടായി. കുറച്ച് മഹർഷീശ്വരന്മാരൊക്കെ ഈ പ്രഭുവിന്റെ കുടുംബത്തിലേക്ക്, അതായത് നാരദ മഹർഷിയുടെ കഴിഞ്ഞ ജന്മത്തില് അദ്ദേഹം താമസിക്കുന്ന ആ വീട്ടില് ആ പ്രഭുവിന്റെ കുടുംബത്തിലേക്ക് കുറച്ച് മഹർഷീശ്വരന്മാര് എത്തിച്ചേർന്നു. എന്നിട്ട് ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ തന്നെ നാരദ മഹർഷിക്ക് ജപിക്കാൻ വേണ്ടി ഒരു മന്ത്രത്തിനെ പറഞ്ഞു കൊടുത്തു. അപ്പൊ അത് ഭാഗവതത്തിൽ ആദ്യ ഭാഗത്ത് വ്യാസ നാരദ സംവാദം വർണ്ണിക്കുന്ന സമയത്താണ് ആ മന്ത്രത്തിനെ പറ്റി പറയുന്നത്. ഏതാ മന്ത്രം എന്ന് ചോദിച്ചാൽ, നമോ ഭഗവതേ തുഭ്യം വാസുദേവായ ധീമഹി പ്രദ്യുമ്നായ അനിരുദ്ധായ നമ സംഘർഷണായ ച. ഇതാണ് ആ മന്ത്രം. ആ മന്ത്രത്തിന് ഒരു പ്രത്യേക പേരും കൂടിയുണ്ട്. അതാണ് ചതുർവ്യൂഹ ഉപാസന എന്ന് പറയും. സാക്ഷാൽ ഭഗവാനെ, മഹാവിഷ്ണുവിനെ ഉപാസിക്കുന്നതായ ആളുകള് അവര് ഭഗവാനെ ഉപാസിക്കാനായിട്ട് പുറപ്പെടുമ്പോൾ 4 പേരുകളിലൂടെ ഭഗവാൻ അവരെ രക്ഷിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പൊ ഭഗവാന്റെ 4 പേരിന്, 4 നാമത്തിന് കൂടുതൽ പ്രാധാന്യമുണ്ട്. നമോ ഭഗവതേ തുഭ്യം വാസുദേവായ ധീമഹി, വാസുദേവൻ. മറ്റൊരു പേരില് ഭഗവാൻ അനുഗ്രഹിക്കുന്നത് നമോ ഭഗവതേ തുഭ്യം വാസുദേവായ ധീമഹി പ്രദ്യുമ്നായ അനിരുദ്ധായ നമ സംഘർഷണായ ച. പ്രദ്യുമ്നൻ, അനിരുദ്ധൻ, സംഘർഷണൻ. ഇങ്ങനെ 4 ഭാഗത്ത് നിന്നുകൊണ്ട് തന്നെ ഉപാസിക്കുന്ന ഭക്തന്മാരെ ഭഗവാൻ അനുഗ്രഹിക്കുന്ന ഈ മന്ത്രത്തിന് ചതുർവ്യൂഹ ഉപാസന എന്ന് പറയും. ഇങ്ങനെ ഈ മന്ത്രം ജപിച്ച് ഭഗവാൻ ഉപാസിക്കുന്നതാണ് ചതുർവ്യൂഹ ഉപാസന. അപ്പൊ അത് ഭാഗവതത്തിൽ ആദ്യം പറയുന്ന ഒരു മന്ത്രാണ്. പിന്നെ കുറേ മന്ത്രങ്ങളുണ്ട്. ഓം നമോ ഭഗവതേ വാസുദേവായ. ഇത് ഭാഗവത പാരായണം ആരംഭിക്കുന്ന സമയത്ത് എല്ലാ ഭാഗവതോപാസകന്മാരും നിർബന്ധമായിട്ടും ജപിക്കുന്ന ഒരു മന്ത്രമാണ് ഓം നമോ ഭഗവതേ വാസുദേവായ. അപ്പൊ ഓം നമോ ഭഗവതേ വാസുദേവായ എന്നുള്ള മന്ത്രം നാരദ മഹർഷി തൻ്റെ ശിഷ്യനായ ധ്രുവകുമാരന് ഉപദേശിച്ച് കൊടുക്കുന്നതാണ്. അപ്പൊ ധ്രുവകുമാരന് ആ മന്ത്രം ജപിക്കാനായിട്ട് സാധിച്ചു. സാക്ഷാൽ ഭഗവാൻ വന്ന് പ്രത്യക്ഷപ്പെട്ടു. പിന്നെ ഭഗവാന്റെ അഷ്ടാക്ഷര മന്ത്രം ഓം നമോ നാരായണായ, ഇതാണ് 8 അക്ഷരത്തോടു കൂടിയ ഭഗവാനെ ഉപാസിക്കുന്ന മന്ത്രം. അപ്പൊ ഇങ്ങനെ ഓം നമോ നാരായണായ എന്ന്, ഓം നമോ ഭഗവതേ വാസുദേവായ എന്ന് ഒക്കെയുള്ള മന്ത്രങ്ങൾ ഇങ്ങനെ ഭാഗവതത്തില് കുറേ സ്ഥലത്ത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പൊ അതേപോലെ പ്രധാനപ്പെട്ടതായിരിക്കുന്ന ഒരു കവച മന്ത്രമാണ് നാരായണ കവചം. ഇപ്പൊ കവചം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാം, പോർച്ചട്ട എന്നാണ് അർത്ഥം. യുദ്ധത്തിലൊക്കെ ആളുകളൊക്കെ ശരീരത്തില് മറ്റൊരു തരത്തിലുള്ള പ്രയാസങ്ങളും
അനുഭവിക്കാതിരിക്കാൻ വേണ്ടി ശരീരത്തിൽ അണിയുന്ന പോർച്ചട്ട, അതിനാണ് കവചം എന്ന് പറയുക. അപ്പൊ ഈ കവചം അണിഞ്ഞു കഴിഞ്ഞാൽ കുറേ ഗുണങ്ങളുണ്ട്. എന്തൊക്കെയാണ്? മറ്റുള്ളവരിൽ നിന്നുള്ള ഓരോ ഉപദ്രവവും നമ്മളെ ബാധിക്കില്ല. ഇനിയിപ്പോ നമ്മളിൽ എന്തെങ്കിലും പ്രയാസങ്ങളൊക്കെ ഉണ്ട് വിചാരിക്കുക, നമ്മളിൽ എന്തെങ്കിലുമൊക്കെ കുഴപ്പങ്ങളുണ്ട്, അത് മറ്റുള്ള ആൾക്കാർ ബാധിക്കില്ല. നമ്മളും അത്ര കേമന്മാരായിരിക്കുന്ന ആൾക്കാരൊന്നുമല്ല. ഈ പുറമങ്ങനെ കാണുന്ന സമയത്ത് ചിരിച്ച് സന്തോഷത്തോടു കൂടി വിനയത്തോടു കൂടി തല താഴ്ത്തിയിരിക്കും എന്നല്ലാതെ ഉള്ളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ പറയാൻ പറ്റില്ല. അപ്പൊ നമ്മളുടെ ഉള്ളിലും എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് വെച്ചാൽ, അപ്പൊ നമ്മളിലുള്ളതായിരിക്കുന്ന ചീത്ത വികാര വിചാരങ്ങൾ ഉണ്ടെങ്കിൽ അത് മറ്റുള്ളവരെയും ബാധിക്കില്ല. അങ്ങനെയാണല്ലോ, ഒരു പോർച്ചട്ട അണിഞ്ഞു കഴിഞ്ഞാൽ അവിടുന്ന് ഇങ്ങോട്ട് വരാത്തത് പോലെ ഇവിടെ നിന്ന് അങ്ങോട്ടും അതെ ഒന്നും ആരെയും ബാധിക്കില്ല. അപ്പോ അങ്ങനെയുള്ള ഒരു മഹാമന്ത്രമാണ് നാരായണ കവച മന്ത്രം. ഇത് ഷഷ്ഠസ്കന്ധത്തിൽ 8ാമത്തെ അധ്യായത്തിലാണ് വർണ്ണിക്കുന്നത്. അപ്പൊ ഭാഗവതത്തിന് 12 സ്കന്ധങ്ങളാണ് ഉള്ളത്. ആർക്കെങ്കിലുമൊക്കെ നോട്ടൊക്കെ എഴുതി വെക്കണം എന്നുണ്ടെങ്കിൽ എഴുതി വെക്കുന്നത് നല്ലതാണ്. പക്ഷെ ഭാഗവതം പഠിച്ച ആൾക്കാരാണ് ഇവിടെ ഇരിക്കുന്നത്. അപ്പൊ 12 സ്കന്ധമാണ് ഭാഗവതത്തിന്. 335 അധ്യായമാണ് ഭാഗവതത്തിലുള്ളത്. അപ്പൊ സ്കന്ധങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു വൃക്ഷത്തിന്റെ കുറെ കൊമ്പുകൾ പോലെ, അതിനാണ് സ്കന്ധങ്ങൾ എന്ന് പറയുക. അപ്പൊ ഭാഗവതമാകുന്ന വൃക്ഷം, നമ്മൾ ഇന്നലെ പ്രഭാഷണത്തിൽ പറഞ്ഞു, ഭക്തിയാകുന്ന തടത്തിൽ ഉണ്ടായ ജ്ഞാനമാകുന്ന വൃക്ഷമാണ് ശ്രീമദ് ഭാഗവതം. അപ്പൊ ഭാഗവതം പഠിക്കാനായിട്ട് വരുമ്പോൾ ആദ്യം നമുക്ക് ഉണ്ടാവേണ്ടത് എന്താ? ഭക്തി. നന്നായിട്ട് ഭക്തി ഉണ്ടാകും. ഭക്തി ഉണ്ടായിക്കഴിഞ്ഞാലുള്ള ഗുണം എന്താ? ഭക്തന്റെ കർമ്മത്തിനെ ഭഗവാൻ മറക്കുന്നു. അതാണ് ഭക്തിയുടെ പ്രത്യേകത. അവരുടെ കർമ്മത്തിലേക്ക് ഭഗവാൻ നോക്കണില്ല, ആരെന്ന് നോക്കണില്ല, എന്തെന്ന് നോക്കണില്ല. പിന്നെ എവിടേക്കേ ഭഗവാൻ നോക്കൂ? മനസ്സിലേക്ക് ഭഗവാൻ ഇതാ നോക്കൂ. ഇത് ഭഗവാന് സന്തോഷാവണം എന്ന് വിചാരിച്ചിട്ടാണോ ചെയ്യണത് എന്നാൽ അവർക്ക് ഭഗവാന്റെ അടുത്തുനിന്ന് അനുഗ്രഹം കിട്ടും. ഇപ്പൊ ഇന്നലെ ഓൺലൈനിൽ ഉണ്ടായിരുന്ന ആൾക്കാർ തന്നെയാണ് ഇന്നും അതെ ഇപ്പോൾ പ്രഭാഷണമൊക്കെ കേൾക്കാൻ വേണ്ടിയിട്ട്, നാരായണ കവച മന്ത്രമൊക്കെ കേൾക്കാൻ വേണ്ടിയിട്ട് ഇതാ വന്നിരിക്കുന്നത്. അപ്പൊ ഇന്നലെ നമ്മൾ അനുസ്മരിച്ചു, ശബരിയുടെ ചരിത്രമൊക്കെ അനുസ്മരിച്ചു അല്ലെ. ശബരി കടിച്ചതായിരിക്കുന്ന മാങ്ങ രാമചന്ദ്ര പ്രഭുവിന് ഫലം കൊടുക്കുന്ന സമയത്ത് ഭഗവാൻ ഇത് കടിച്ചതാണോ നോക്കിയില്ല, ആരാന്ന് നോക്കിയില്ല, കാട്ടിലുള്ള കാട്ടിൽ വളർന്നു വന്നതായിരിക്കുന്ന ഒരു സ്ത്രീയാണോ എന്ന് നോക്കിയില്ല, പല്ലേച്ചോ എന്ന് തന്നെ നോക്കിയില്ല, കുളിച്ചോ എന്നുള്ളത് ഭഗവാൻ നോക്കിയില്ല അല്ലെ. അപ്പൊ നമ്മൾ കുളിച്ചാലേ ശുദ്ധാവുള്ളൂ എന്നൊക്കെ പറയും. പക്ഷെ നമുക്ക് ശരീരത്തിന് അസുഖമൊക്കെ വന്നിരിക്കുന്ന സമയത്ത് നമുക്ക് കുളിക്കാൻ പറ്റൂ? പറയാൻ പറ്റില്ല. അപ്പോ നമ്മൾ ഭഗവാനെ ഉപാസിക്കുമ്പോഴും മനസ്സ് ശുദ്ധമാണോ? എന്താണ്? ശുദ്ധമായിരിക്കുന്ന മനസ്സാണെങ്കിൽ ഭഗവാൻ നമ്മളെ അനുഗ്രഹിക്കണം. അതാണ് ശങ്കരാചാര്യ സ്വാമികളൊക്കെ പറയും, ഭവതു ഭവത്യർത്ഥം തവമന. എന്താണ്? നിങ്ങളുടെ മനസ്സിനെ മാത്രമേ ഭഗവാൻ ഇതാ നോക്കുന്നുള്ളൂ. ഒരിക്കലും ശരീരഭാവങ്ങളെയല്ല, അവരുടെ പദവിയെ അല്ല ഭഗവാൻ ഇതാ നോക്കുക, മനസ്സിലേക്കാണ് ഭഗവാൻ ഇതാ നോക്കുക. അപ്പൊ മനസ്സാണ് ശുദ്ധമായിട്ട് ഇതാ തീരേണ്ടത് പറയും. അപ്പൊ മനസ്സ് ശുദ്ധമാവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഭഗവാന്റെ നാമങ്ങളൊക്കെ അതാ ജപിക്കുന്നത്. അപ്പൊ അതിൽ പ്രധാനപ്പെട്ടതായിരിക്കുന്ന ഒരു നാമമാണ് എന്ത്? ഓം നമോ ഭഗവതേ വാസുദേവായ. ഈ ഓം നമോ ഭഗവതേ വാസുദേവായ എന്നുള്ള മന്ത്രത്തിന് 12 അക്ഷരമാണുള്ളത്. അപ്പൊ ഈ 12 അക്ഷരമുള്ള നാമത്തിന് കൂടുതൽ പ്രാധാന്യമുണ്ട്. ഭാഗവതമൊക്കെ പാരായണം ചെയ്യുന്ന ആൾക്കാർ ഈ നാമം നിർബന്ധമായിട്ടും ജപിക്കും. അല്ലെങ്കിൽ ഓരോരോ അധ്യായവും പാരായണം ചെയ്യുന്നതിന്റെ മുന്നേ ഈ നാമം ജപിച്ചിട്ടേ തുടങ്ങുള്ളൂ, ഈ മന്ത്രം ജപിച്ചിട്ടേ തുടങ്ങുള്ളൂ. കാരണം 12 സ്കന്ധങ്ങളാണ് ഭാഗവതത്തിന് അതാ ഉള്ളത്. അപ്പൊ ഈ 12 സ്കന്ധങ്ങളിലുള്ള ഇലകളെ പോലെയാണ് അതിലെ അധ്യായങ്ങൾ എന്ന് പറയും. ഇപ്പൊ എത്ര അധ്യായമുള്ളത്? 335 അധ്യായമാണ് ഈ ഭാഗവതത്തിന് ഉള്ളത്. 335 അധ്യായം. പിന്നെ ഗ്രന്ഥങ്ങൾ എന്ന് പറയും. ഗ്രന്ഥം 18,000 ഗ്രന്ഥമാണ് ശ്രീമദ് ഭാഗവതത്തിനുള്ളത്. ഒരു ഗ്രന്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ 18,000 ഗ്രന്ഥം എന്ന് പറഞ്ഞാൽ ആ വൃക്ഷത്തിലെ ഇലകളെ പോലെ നമുക്ക് എന്ത് ചെയ്യാം? 18,000 ഗ്രന്ഥങ്ങളെ നമുക്കതാ മനസ്സിലാക്കാം. അപ്പൊ ഒരു ഗ്രന്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 32 അക്ഷരമാണ് ഒരു ഗ്രന്ഥം. 32 അക്ഷരം. അപ്പൊ 32
ഗുണിക്കണം എന്താണ് 18,000. എത്ര അക്ഷരമാണോ ആ അക്ഷരമൊക്കെ പാടെ ഒരു സ്ഥലത്തിരുന്ന് നമ്മൾ പാരായണം ചെയ്യുന്ന സമയത്താണ് പ്രത്യക്ഷ കൃഷ്ണ ഏവഹി. പ്രത്യക്ഷം എന്ന് പറഞ്ഞാൽ പ്രതി അക്ഷം, കണ്ണിന്റെ മുന്നിൽ ആ ഭഗവാന്റെ സ്വരൂപത്തിനെ നമുക്ക് അനുഭവിക്കാനായിട്ട് സാധിക്കുക. അപ്പൊ ഭഗവാന്റെ സ്വരൂപം ഏതാണ്? ഭാഗവത സ്വരൂപം. തേനേയം വാക് മയി മൂർത്തി പ്രത്യക്ഷ ഏന വർത്തതേ എന്ന് പറയും. വാക്കുകളെ കൊണ്ട് നിർമ്മിച്ചതായിരിക്കുന്ന ഭഗവാന്റെ സ്വരൂപമാണ് ശ്രീമദ് ഭാഗവതം. എങ്ങനെ? വാക്കുകളെ കൊണ്ട് നിർമ്മിച്ചത് പറയും. അപ്പൊ വാക്ക് എപ്പോഴാ അത് വാക്കായിട്ട് തീരുക? അപ്പൊ എങ്ങനെ? അക്ഷരങ്ങളുടെ കൂട്ടത്തിനാണ് വാക്ക് എന്ന് പറയുക. അത് അക്ഷരങ്ങൾ അങ്ങോട്ട് ഒരുമിച്ച് കൂടിക്കഴിഞ്ഞാൽ വാക്കാവില്ല. എപ്പോഴാ വാക്കാവുക ചോദിച്ചാൽ നമ്മളുടെ മനസ്സിന്റെ പ്രകമ്പനങ്ങൾ, മനസ്സിന്റെ ചലനമാണ് അത് മാത്രയായിട്ട് മാറുക. മാത്ര സ്വരോ വർണ്ണ ഇതി സ്തവിഷ്ഠ എന്ന ഏകാദശ സ്കന്ധത്തിലെ 12-ാമത്തെയോ 11-ാമത്തെയോ അധ്യായത്തിലാണ് വാക്ക് എങ്ങനെ ഉണ്ടാവണു എന്നുള്ളതിനെ വർണ്ണിക്കണത്. അപ്പോൾ വാക്ക് അതെങ്ങനെയാണ്? മനസ്സിന്റെ ചലനം, മനസ്സെങ്ങനെ ഇളകുന്നതിനനുസരിച്ച് അത് മാത്രയായിട്ട് മാറും. ആ മാത്ര സ്വരമായിട്ട് വർണ്ണിക്കും. പിന്നെ മാത്ര സ്വരോ വർണ്ണം, അത് വർണ്ണമായിട്ട് വരും. ആ വർണ്ണങ്ങളൊക്കെ പാടെ നമ്മുടെ നാവിലൂടെ ഒഴുകി വരുന്നതിനാണ് സരസ്വതി എന്ന് പറയാം. അപ്പൊ വാക്കുകളുടെ കൂട്ടം നമ്മളെ നാവിലൂടെ പുറത്തേക്ക് ഒഴുകി വരുന്ന സമയത്ത് മാത്രമാണ് അതിന് സരസ്വതി എന്നുള്ള പേര്. അപ്പോൾ വാക്കുകളുടെ പ്രവാഹത്തിന്, അക്ഷരങ്ങളുടെ പ്രവാഹത്തിനാണ് എന്ത് പറയുക? സരസ്വതി എന്ന് പറയാം. ആ അക്ഷരങ്ങളുടെ പ്രവാഹം നമ്മളുടെ കാതില്, അതായത് ശരീരത്തിൻ്റെ ഉള്ളിൽ ഏത് ഭാഗത്താണോ ഈ അക്ഷരങ്ങളുടെ കൂട്ടം വന്ന് നിൽക്കുന്നത് അതിനാണ് കർണം, കാത് എന്ന് പറയാം. അപ്പൊ ഈ കർണത്തിന്റെ അടുത്ത്, ഈ കാതിന്റെ അടുത്ത് അക്ഷരക്കൂട്ടങ്ങൾ ഒന്നിച്ച് വന്ന് നിൽക്കുന്ന ആ സമയത്തിനാണ് എന്ത് പറയുക? വാക്ക് എന്ന് പറയും. അപ്പോഴേ അത് വാക്കായിട്ട് തീരുന്നു. നമ്മൾ പറയുന്ന സമയത്ത് വാക്കാവില്ല. നമ്മളെ കാതിന്റെ അടുത്ത് എത്തിച്ചേരുന്ന സമയത്താണ് ഈ അക്ഷരക്കൂട്ടങ്ങളെ വാക്ക് എന്ന് പറയാം. അപ്പോൾ തേനേയം വാക്മയി മൂർത്തി. അപ്പോ ഈ ഭഗവത് സ്വരൂപം നമ്മളുടെ അടുത്ത് എങ്ങനെ വന്ന് നിൽക്കണു? അതെങ്ങനെയാ വന്ന് നിൽക്കുക? അത് നമ്മൾ എത്രത്തോളം ഈശ്വര കാര്യങ്ങൾ അനുഭവിക്കാൻ യോഗ്യത ഉണ്ടോ ആ യോഗ്യതയ്ക്കനുസരിച്ചാണ് നമുക്ക് ഭഗവത് ആനന്ദത ഉണ്ടാവുക. നമുക്ക് ഭഗവത് ആനന്ദം ഉണ്ടാവണം എന്ന് വെച്ചാൽ അത് വെറുതെ ഉണ്ടാവില്ല. ജന്മാന്തരേ കൃതേ പുണ്യം തഥാ ഭാഗവതം ലഭേത്. അപ്പൊ ഇവിടെ ഇരുന്ന് ഈശ്വര കാര്യങ്ങളും ഇങ്ങനെ പറയുന്ന സമയത്ത് അനവധി ആൾക്കാർ മുന്നിൽ വന്നിരിക്കുന്നുണ്ട് വെച്ചാലും അത് എല്ലാവർക്കും ഒരേപോലെ മനസ്സിലായിക്കൊള്ളുന്നില്ല. പല ആളുകൾക്കും പല രീതിയിലാണ് ഈ ഭഗവത് കാര്യങ്ങൾ മനസ്സിലാവുക. പല രീതിയിലാണ് ഭഗവത് കാര്യങ്ങൾ മനസ്സിലാവുക. അതെങ്ങനെ? സാക്ഷാൽ ഭഗവാൻ അവരുടെ ഹൃദയത്തിലിരുന്ന് അവർക്ക് വേണ്ടതായിരിക്കുന്ന കാര്യത്തിനെ കേൾക്കണു. അപ്പോൾ പറയുന്നതായിരിക്കുന്ന ആള് അല്ലെ, ഭാഗവതമൊക്കെ പറയുന്ന ആൾക്കാരുടെ ഹൃദയത്തിൽ ഭഗവാൻ ഇരുന്ന് പറയണം. ഭഗവാൻ ഇരുന്ന് പറയുമ്പോൾ, ഭഗവാൻ ഇരുന്ന് കേൾക്കുമ്പോഴാണ് നമുക്കത് ആനന്ദം ഉണ്ടാവുക അല്ലെ. കേൾക്കുന്ന ആൾക്കാരുടെ ഹൃദയത്തിൽ ഭഗവാൻ വന്നിരിക്കണം. അങ്ങനെ ഭഗവാനാണ് കേൾക്കുന്നത്, ഭഗവാനാണ് കാര്യങ്ങളൊക്കെ പറയണത്. അതിനാണ് സമാധി ഭാഷ എന്ന് പറയും. ഇപ്പൊ ഭാഗവതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സമാധി ഭാഷയാണ്. സമാധിന അനുസ്മര തത് വിചേഷ്ടിതം എന്ന് പറയും. സമാധിന അനുസ്മര തത് വിചേഷ്ടിതം. സമാധി ഭാഷയാണ് ശ്രീമദ് ഭാഗവതം. അപ്പൊ സമാധിയിലിരുന്ന് പറയണം, സമാധിയിലിരുന്ന് ഭാഗവത കേൾക്കണം. ഇത് കുറെ ഇങ്ങനെ പഠിച്ചതുകൊണ്ട് കാര്യമായില്ല. ഇത് വേണം, സമാധി ഉണ്ടാവണം എന്ന് പറയും. എപ്പോഴാ സമാധി ഉണ്ടാവുക? ഭക്തിയോട് കൂടിയിട്ട് നമ്മൾ ഭാഗവതം വായിക്കണ സമയത്ത്. ഇന്നലെ നമ്മൾ അനുസ്മരിച്ചു, ശരീരത്തിനെ മറക്കുന്ന സമയത്തേ ആനന്ദം ഉണ്ടാവുള്ളൂ. ശരീരമാണ് ഞാൻ എന്ന് വിചാരിക്കുന്ന സമയത്ത് നമുക്ക് ആനന്ദമില്ല. ശരീരത്തിനൊക്കെ മറക്കണം. അത് സാവധാനത്തിൽ എങ്ങനെ മറക്കും. കഥയൊക്കെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ അറിയാതെ എല്ലതും മറന്ന് ഭഗവാനെ മാത്രം ചിന്തിക്കും. അതൊരു പ്രത്യേക അനുഭവമാണെന്ന് പറയും. ഒരു അനുഭവ തലത്തിൽ ആ ആനന്ദത്തിൽ നമുക്ക് ഇരിക്കാനായിട്ട് സാധിക്കണം. അങ്ങനെ ആ അനുഭവ തലത്തിലേക്ക് ഈ ഭാഗവതം നമ്മളെതാ കൊണ്ടെത്തിക്കുന്നു.
അതിൽ ചെറിയ കുട്ടിയായിരിക്കുന്ന സമയത്ത് തന്നെ നമ്മൾ 4 കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ അവരുടെ ജീവിതത്തിൽ എല്ലാവിധ ഐശ്വര്യവും ഉണ്ടാവും. അയാൾക്കൊരു പ്രത്യേകത ഉണ്ടായിരിക്കും. ആ 4 കാര്യങ്ങളും കൂടി എന്താണെന്നുള്ളതൊന്ന് അനുസ്മരിക്കാം. എന്താണ്? ഒരു ഗുരുനാഥൻ ഉണ്ടായിരിക്കണം ജീവിതത്തിൽ. ജീവിതത്തിൽ നിർബന്ധമായിട്ടും ഒരു ഗുരുനാഥൻ ഉണ്ടായിരിക്കണം. സാധാരണയ്ക്ക് നമ്മൾ ആരെയാ ഗുരുനാഥനായിട്ട് കാണുക? തൻ്റെ അച്ഛനെയാണ് ഗുരുനാഥനായിട്ട് കാണുക, അല്ലെ? അച്ഛനാണ് വേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞു തരിക. അപ്പൊ അച്ഛനെ ഗുരുനാഥനായിട്ട് കാണുക. അപ്പൊ ഒരു ഗുരുനാഥനെ കിട്ടിക്കഴിഞ്ഞാൽ ആ ഗുരുനാഥൻ എന്ത് ചെയ്യും? ആ ഗുരുനാഥൻ തൻ്റെ അടുത്ത് നിൽക്കുന്ന ആ ശിഷ്യന്, അത് മകനായിരിക്കാം അല്ലെങ്കിൽ വേറെ ആളായിരിക്കാം, ആ മകന് ഒരു മന്ത്രത്തിനെ ഉപദേശിച്ചതാ കൊടുക്കും. അത് ഏത് മന്ത്രം വേണമെന്നുണ്ടെങ്കിലും നമുക്ക് സ്വീകരിക്കാം. ഗുരുനാഥൻ പറഞ്ഞു തരുന്നതായിരിക്കുന്ന ആ മന്ത്രത്തിനെ നമ്മൾ നിരന്തരമായിട്ട് ഉപാസിക്കാം. അപ്പൊ ഏതെങ്കിലും ഒരു മന്ത്രം, അത് ഏത് മന്ത്രമായാലും തിരക്കണ്ട. ചിലവർക്ക് കൃഷ്ണനെയാവും ഇഷ്ടം, ചിലവർക്ക് ദേവിയെ ആയിരിക്കും ഇഷ്ടം, ചിലവർക്ക് സുബ്രഹ്മണ്യ സ്വാമിയെ ആയിരിക്കും ഇഷ്ടം. നമ്മളൊക്കെ ഇപ്പോൾ ഭാഗവതം വായിക്കണു, ഭാഗവതം പഠിക്കണം. അപ്പോൾ നമുക്ക് കൃഷ്ണനോട് തന്നെയാണ്, സാക്ഷാൽ മഹാവിഷ്ണുവിനോട് തന്നെയാണ് കൂടുതൽ ഇഷ്ടം ഉണ്ടാവുക. അപ്പോൾ ഭഗവാന്റെ ആ നാമങ്ങൾ നമ്മൾ നേരത്തെ പറഞ്ഞു. ഓം നമോ നാരായണായ, ഓം നമോ ഭഗവതേ വാസുദേവായ, അല്ലെങ്കിൽ ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഈ മന്ത്രം ഇങ്ങനെ നിരന്തരം ജപിച്ചുകൊള്ളു. നമ്മൾ കുറച്ച് കഴിഞ്ഞാൽ നമ്മൾ അറിയില്ല ജപിക്കണത്. നമ്മൾ ആദ്യമൊക്കെ നമ്മൾ വേണമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ജപിക്കും. കുറച്ച് കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യുന്ന സമയത്ത്, ഭക്ഷണം കഴിക്കുന്ന സമയത്ത് നമ്മൾ അറിയാതെ നാമം ജപിച്ചു പോവും. നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുന്ന സമയത്ത് നമ്മൾ അറിയാതെ നാമം ജപിച്ചു പോവും. നമ്മൾ അറിയില്ല. നമ്മളെ നാമം ജപിക്കണത് നമ്മൾ അറിയണില്ല. എങ്ങനെ? കണ്ണടയൊക്കെ വെക്കണത് പോലെയാണ് എന്ന് പറയും, അല്ലെ? കണ്ണടയൊക്കെ ആദ്യം വെക്കണ സമയത്ത് നമുക്ക് വല്ലാത്ത പരിഭ്രമം. കണ്ണട എവിടെയാ വെച്ചു ഭഗവാൻ? അവിടെയാണോ ഇവിടെയാണോ? കാണുന്നില്ലല്ലോ എന്നൊക്കെ വിചാരിക്കും. അപ്പൊ ആദ്യമൊക്കെ നമ്മൾ നാമം ജപിക്കുന്ന സമയത്ത് നമുക്ക് ചിലപ്പോ അയ്യോ ഭഗവാൻ ഇത് ഇത്ര ജപിക്കണ്ടേ, എങ്ങനെയല്ലേ, എപ്പോഴും ജപിക്കല്ലേ, 1 മണിക്കൂർ വേണ്ടേ എന്നൊക്കെ തോന്നും. പിന്നെ 1 മണിക്കൂറല്ല, 24 മണിക്കൂറും നമ്മൾ എന്ത് കർമ്മം ചെയ്യുന്ന സമയത്തും നമ്മളെ മനസ്സിൻ്റെ ഉള്ളിൽ എന്തുണ്ടായിരിക്കും? ഈ നാമം തന്നെ നമ്മളങ്ങനെ അറിയാതെ നമ്മളങ്ങനെ ജപിച്ചു പോകും. അങ്ങനെ നമ്മൾ ആ നാമം ജപിക്കുമ്പോൾ, ആ മന്ത്രം നമ്മൾ ജപിക്കണ സമയത്ത് നമുക്ക് എല്ലാവിധ ഐശ്വര്യവും ഉണ്ടാകും. അപ്പൊ ഒരു ഗുരുനാഥൻ, ഒരു മന്ത്രം, അതേപോലെയുള്ളതാണ് ഒന്ന് എന്ത്? ഒരു ദേവത. ഒരു ദേവനെ നമ്മൾ കൃത്യമായിട്ട് ഉപാസിക്കണം. അത് ഏത് ദേവനായാലും തിരക്കില്ല. കൃഷ്ണനായാൽ മതി. കൃഷ്ണനെയാണ് ഒരുവിധ ആളുകൾക്കൊക്കെ അത് ഇഷ്ടം ഉണ്ടാവുക. കാരണം എന്താണ്? ശ്രീകൃഷ്ണ ഭഗവാൻ അത്ര നമ്മളോട് സൗഹൃദപരമായിട്ട് ഒരു സുഹൃത്തിനെ പോലെയാണ് ശ്രീകൃഷ്ണ ഭഗവാൻ എപ്പോഴും നമ്മൾ അടുത്തതായിരിക്കുക. അപ്പോൾ ആ കൃഷ്ണനെ ഉപാസിക്കുക, ശ്രീകൃഷ്ണ ഭഗവാനെ ഉപാസിക്കുക. അല്ലെങ്കിൽ മഹാവിഷ്ണുവിനെ ആണെങ്കിൽ മഹാവിഷ്ണുവിനെ ഉപാസിക്കാം, ദേവിയെ ആണെങ്കിൽ അങ്ങനെ ഉപാസിക്കാം. അപ്പൊ അങ്ങനെ ഒരു ഗുരുനാഥൻ, ഒരു മന്ത്രം, ഒരു ദേവൻ, പിന്നെ വേണ്ടത് എന്താ ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ശാസ്ത്രഗ്രന്ഥം. ഒരു ശാസ്ത്രഗ്രന്ഥത്തിനെ നമ്മൾ നന്നായിട്ട് പഠിക്കണം എന്ന് പറയും. അത് ഏത് ശാസ്ത്രഗ്രന്ഥമായാലും തിരക്കടല്. ആ പഠിക്കണത് എന്ത് ചെയ്യുക? നന്നായിട്ട് പഠിക്കുക. ഇപ്പൊ ഭഗവത്ഗീതയാണെങ്കിൽ ഭഗവത്ഗീത പഠിച്ചാൽ മതി, ഭാഗവതാണെങ്കിൽ ഭാഗവതം പഠിച്ചാലും മതി. ഇനി ഹരിനാമകീർത്തനാണ് വിചാരിക്കുക, അത് പഠിച്ചാൽ മതി. അതിലുണ്ട്, എല്ലാതും ഉണ്ട്. ഇനിയിപ്പോ ജ്ഞാനപ്പാനയാണെങ്കിൽ ജ്ഞാനപ്പാന പഠിച്ചാൽ മതി. അപ്പൊ പഠിക്കണത് എന്ത് ചെയ്യണം? നന്നായിട്ട് പഠിക്കണം. അപ്പൊ വഴികൾ പലതാണ് എങ്കിലും ലക്ഷ്യം ഒന്നാണ് എന്ന് പറയും, അല്ലേ? അതാണ്. ഏത് വഴിയിൽ കൂടെ പോയി കഴിഞ്ഞാലും നമ്മൾ എവിടെയാ എത്തുക? ഭാഗവതത്തിൽ പറയുന്നത് പോലെ സത്യം പരം ധീമഹി, പരമസത്യസ്വരൂപനായിരിക്കുന്ന ഭഗവാനിലേക്കുള്ള ഒഴുക്കാണ്. ഈ ഈശ്വരോപാസനയൊക്കെ ഭഗവാനിലേക്കുള്ള ഒഴുക്കാണ്. നമ്മളൊരു നല്ല കർമ്മം ചെയ്യാൻ പുറപ്പെടുമ്പോൾ, ഒരു പുണ്യകർമ്മം നമ്മൾ ചെയ്യാനായിട്ട് പുറപ്പെടുമ്പോൾ ഭഗവാൻ അവിടെ എഴുതി വെക്കും, അവനൊരു പുണ്യകർമ്മം കൂടി ചെയ്തു, ഒരു നാമം കൂടി ജപിച്ചു, ഒരു പ്രാവശ്യം സഹസ്രനാമം ജപിച്ചു, ഒരധ്യായം ഭാഗവത പാരായണം ചെയ്തു എന്നൊക്കെ നമ്മൾ ചെയ്യുന്നതായിരിക്കുന്ന പുണ്യപ്രവൃത്തിയൊക്കെ നന്നായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നയാളാണ് സാക്ഷാൽ ഭഗവാൻ. അപ്പൊ നമ്മളുടെ ആ പുണ്യപ്രവൃത്തിയൊക്കെ ഈശ്വരൻ നന്നായിട്ട് കാണുന്നുണ്ട്. അപ്പൊ ഏത് ദേവനായാലും തിരക്കടില്ല, ഏത് ദേവിയായാലും തിരക്കടില്ല, അവസാനം നമ്മൾ എവിടെയാ എത്തിച്ചേരുക? സർവദേവ നമസ്കാരം കേശവം പ്രതിഗച്ഛതി. കേശവനിലാണ്, സാക്ഷാൽ ഭഗവാനിലാണ് നമ്മളതാ എത്തിച്ചേരുക, അല്ലെ? അപ്പൊ ആ ഭഗവാനിലേക്ക് എത്തിച്ചേരാനുള്ള വഴിയാണ് ഓരോ ഈശ്വരോപാസനകളും. അപ്പോൾ എന്ത് വേണം? ഏതെങ്കിലും ഒരു ദേവനെ ഉപാസിക്കണം. പിന്നെന്താ വേണ്ടത്?
ഒരു ഗ്രന്ഥത്തിനെ ഉപാസിക്കുക, ആ ഗ്രന്ഥം നന്നായിട്ട് പഠിക്കുക. ഇങ്ങനെ 4 കാര്യങ്ങൾ. അപ്പോൾ ഒരു ഗുരുനാഥൻ, ഒരു മന്ത്രം, ഒരു എന്താ പറഞ്ഞത്, ഒരു ദേവൻ, ഒരു ഗ്രന്ഥം, ശാസ്ത്രഗ്രന്ഥം. ഇത് 4 നമ്മൾ നന്നായിട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് വെച്ചാൽ അയാൾക്കൊരു പ്രത്യേകത ഉണ്ടായിരിക്കും. അയാൾ എവിടെ പോയി കഴിഞ്ഞാലും അയാളെ എല്ലാവരും അറിയും. അതെന്ത് വേണം, ചെറിയ കുട്ടിക്കാലത്ത് തന്നെ. ഇവിടെ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ വിദേശത്തൊക്കെ താമസിക്കുന്ന സമയത്ത് അവർക്ക് കൂടുതൽ കുട്ടികളോടൊരു ശ്രദ്ധയൊക്കെ ഉണ്ടാവുന്ന ആളുകൾ എന്ത് ചെയ്യും, അപ്പോൾ ഈ അച്ഛനമ്മമാർ തന്നെ എന്ത് ചെയ്യുക, അവർക്ക് ഒരു നല്ല ഒരു ഈശ്വരനെ ഉപാസിക്കാനുള്ള ഒരു മന്ത്രം പറഞ്ഞു കൊടുക്കുക. ഏത് മന്ത്രം വേണോ അത് പറഞ്ഞു കൊടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതായിരിക്കുന്ന മന്ത്രം അത് പറഞ്ഞു കൊടുക്കാം. അതൊരു നാമാണ്, ഒരു നാമായിരിക്കണം, അത്രയേ ഉള്ളൂ. ആ നാമം പറഞ്ഞു കൊടുക്കുക. ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ നാരായണായ. ഈ മന്ത്രമൊക്കെ അവർക്ക് സ്ഥിരമായിട്ട് എനിക്ക് നാമം ജപിക്കന്നെ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ 108 പ്രാവശ്യം ജപിക്കാം, 336 പ്രാവശ്യം ജപിക്കാം, 1001 പ്രാവശ്യം ജപിക്കാം, 1008 പ്രാവശ്യം ജപിക്കാം. നല്ല വ്യത്യാസം ഉണ്ടായിരിക്കും. എന്താ ഹരേ രാമ മന്ത്രത്തിന്റെ പ്രത്യേകത? അതിൽ രാ എന്നുള്ള ഒരു അക്ഷരമുണ്ട്. രേ രേ ഗർജതി ഗർജതി എന്ന് പറയും. ഹരേ രാമ മന്ത്രം ജപിക്കുന്നതോടുകൂടി തന്നെ, ഹരി എന്നുള്ള നാമം ജപിക്കുന്നതോടുകൂടി തന്നെ ഗർജതി ഗർജതി. എപ്രകാരമാണോ സിംഹശബ്ദാൽ വൃക്കോയഥ എന്ന് പറയും. സിംഹത്തിന്റെ ശബ്ദം കേൾക്കുന്നതോട് കൂടിയിട്ട് എപ്രകാരമാണോ വൃക്കങ്ങൾ, ചെന്നായ്ക്കള് ഓടിപ്പോകുന്നത്, ഇതേപോലെ ഈ നാമം ജപിക്കുന്ന ആളുകളുടെ ശരീരത്തിൽ ദുഃഖത്തിന് കാരണമായിരിക്കുന്ന പാപകർമ്മങ്ങളൊക്കെ ഇല്ലാതായിട്ട് തീരണു. അതാണ് ഈ നാമത്തിന്റെ പ്രത്യേകത. അങ്ങനെയുള്ള ഓം നമോ നാരായണായ എന്നുള്ള നാമത്തിന്റെ ഒരു വലിയതായിരിക്കുന്ന പതിപ്പാണ് നാരായണ കവച മന്ത്രം. ഈ നാരായണ കവച മന്ത്രം ഭാഗവതത്തിലെ ഷഷ്ടസ്കന്ധത്തിലെ 8ാമത്തെ അധ്യായത്തിൽ, അതായത് മൂലഗ്രന്ഥത്തിൽ 8ാമത്തെ അധ്യായത്തിലാണ് വർണ്ണിക്കുന്നത്. അപ്പോ അത് എങ്ങനെയൊക്കെയാണ് ജപിക്കേണ്ടത് എന്നുള്ളതിനെ ഭാഗവതത്തില് ആദ്യം വർണ്ണിക്കുന്നുണ്ട്. ഭാഗവത മൂലഗ്രന്ഥം എല്ലാവർക്കും നന്നായിട്ട് അറിയാം. ഇതാണ് ഗുരുവായൂർ ദേവസ്വത്തിലെ ഭാഗവത മൂലഗ്രന്ഥം. ഇവിടെയുള്ള എല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും, എല്ലാവരും അത് ഉപാസിക്കുന്നവരായിരിക്കാം. പിന്നെ കിളിപ്പാട്ട് പാരായണം ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പൊ ഭാഗവതം, ഈ ഗുരുവായൂർ ദിവസത്തിലെ ഈ ഭാഗവത ഗ്രന്ഥം, ഈ ഭാഗവത ഗ്രന്ഥം എല്ലാവരുടെയും ഗൃഹത്തിൽ നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കണം. ഇപ്പൊ ഗുരുവായൂരൊക്കെ പോകുന്ന സമയത്ത് പറ്റുന്നുണ്ടെങ്കിൽ ഒരു കോപ്പി വാങ്ങിക്കുക, എന്നിട്ട് നമ്മളുടെ ആ ഗൃഹത്തിൽ കൊണ്ടുപോയിട്ട് വെക്കാൻ വേണ്ടി ശ്രമിക്കുക. വെറുതെ വെച്ചാൽ മാത്രം പോരാ. പല ആൾക്കാരുടെയും വീട്ടിലേക്ക് കയറി വരുമ്പോൾ ഷോക്കേസിൽ കൃത്യമായിട്ട് ഇങ്ങനെ കുറേ പുസ്തകം നേരെയാക്കി വെച്ചിട്ടുണ്ടാവും. അത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും എന്താണ്, ഒന്ന് പോലും എടുക്കാറില്ല, ഒന്ന് പോലും എടുത്തത് തുറന്ന് നോക്കാറില്ല, വായിക്കാറില്ല. അത് ആ കൃത്യമായിട്ട് വെച്ചത് കണ്ടു കഴിഞ്ഞാൽ നമുക്കിത് മനസ്സിലാവും. അങ്ങനെ പോരാ, അതൊക്കെ മറ്റുള്ള ഗ്രന്ഥങ്ങളൊക്കെ അങ്ങനെ വെക്കാമെന്നല്ലാതെ ഈ ഭാഗവത ഗ്രന്ഥം എന്ത് വേണം, കഴിയുന്ന സമയത്ത് സമയം ഉണ്ടാക്കി നമ്മൾ അത് പാരായണം ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കേണ്ടതാണ്. അതുപോലെ നാരായണ കവച മന്ത്രം ഷഷ്ടസ്കന്ധത്തിലെ 8ാമത്തെ അധ്യായത്തിലാണ് വർണ്ണിക്കുന്നത്. അതെങ്ങനെയാണ് പാരായണം ചെയ്യേണ്ടത്, എന്താണ് ഇതിന്റെ പ്രത്യേകത, അതൊക്കെ ആദ്യം വർണ്ണിക്കുന്നുണ്ട്. ഇവിടെ അഥ എന്ന് തുടങ്ങിയിട്ടാണ് ആരംഭിക്കുക. അഥ അഷ്ടമോധ്യായ. നമ്മൾ പാരായണം ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചാൽ ആദ്യം തന്നെ അഥ എന്നുള്ള ശബ്ദത്തോട് കൂടിയിട്ടാണ് ആരംഭിക്കേണ്ടത്. അപ്പൊ അതെന്താ ചോദിച്ചാൽ അധശബ്ദശ്ച ഓങ്കാരശ്ച എന്ന് പറയും. ഓങ്കാരവും അഥ എന്നുള്ളതായിരിക്കുന്ന ശബ്ദവും മംഗളസൂചകമാണ്. അതുകൊണ്ടാണ് പാരായണം ചെയ്യുന്ന സമയത്ത് ആദ്യം തന്നെ നമ്മൾ അഥ എന്ന് പറയുന്നത്. ഇപ്പൊ അഥ അഷ്ടമോധ്യായ. പിന്നെ രാജോവാച. രാജോവാച എന്ന് പറഞ്ഞാൽ രാജാവ് പറഞ്ഞു. ഏത് രാജാവാണ് പറഞ്ഞത്? പരീക്ഷിത്ത് മഹാരാജാവ്. അതായത് പരീക്ഷിത് ശുക സംവാദമാണ് ശ്രീമദ് ഭാഗവതം. അതിൽ പരീക്ഷിത്ത് മഹാരാജാവ് പറഞ്ഞു. എന്താ പരീക്ഷിത്ത് മഹാരാജാവ് പറഞ്ഞത്? യയാ ഗുപ്ത സഹസ്രാക്ഷ സവാഹാൻരിപുസൈനികാൻ ക്രീഡന്യവ വിനിർജിത്യ ത്രിലോക്യാ ബുഭുജേ ശ്രിയം ഭഗവംസ്തൻ മമാഖ്യാഹി
പർമ്മനാരായണാത്മകം യഥാ ആതതായിന ശത്രുൻ യേന ഗുപ്തോ അജയൻ മൃധേ. അജയൻ മൃധേ. ഇവർക്ക് ഈ യുദ്ധത്തില് ജയിക്കാൻ എങ്ങനെയാണ് ഇതാ സാധിച്ചത്? ശത്രുക്കളൊക്കെ ജയിക്കാൻ വേണ്ടിയിട്ട് ദേവന്മാർക്ക് എങ്ങനെയാണ് ഇതാ സാധിച്ചത്? ഇപ്പൊ ദേവന്മാരുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറഞ്ഞാൽ അവരുടെ കയ്യിലുള്ള എല്ലാവിധ ഐശ്വര്യവും നഷ്ടപ്പെട്ടതാ പോയി. അപ്പോൾ മഹാവിഷ്ണുവിനെ അവര് ഉപാസിച്ചു. ഭഗവാൻ വന്ന് പറഞ്ഞു, നിങ്ങളുടെ തന്നെ ബന്ധു അല്ലേ വിശ്വരൂപൻ എന്നു പേരായിരിക്കുന്ന ആ അസുരൻ. ആ വിശ്വരൂപൻ നല്ല അറിവുള്ള ആളാണ്. വയോ ജ്യേഷ്ഠ്യസ്യ കാരണം എന്ന് പറയും. ഒരിക്കലും ജ്യേഷ്ഠതയ്ക്ക് കാരണം വയസ്സല്ല, എന്താണ്? അറിവാണ്. അറിവിനെയാണ് നമ്മൾ എല്ലാ സമയത്തും ബഹുമാനിക്കേണ്ടത്. ഒരാൾക്ക് ഒരു കാര്യത്തിൽ അറിവുണ്ട് എന്നുണ്ടെങ്കിൽ അവരെ എപ്പോഴും നമ്മൾ ബഹുമാനിച്ചു കൊണ്ടിരിക്കണം. ഇതാരാ പറഞ്ഞത്? ഭഗവാനാണ്. മഹാവിഷ്ണു സാക്ഷാൽ ഭഗവാൻ ദേവന്മാർക്ക് കൊടുക്കുന്ന ഉപദേശമാണ്. അപ്പോൾ അറിവിനെയാണ് നമ്മൾ ബഹുമാനിക്കേണ്ടത്. നല്ല അറിവുള്ള ആളാണ് വിശ്വരൂപൻ. അയാൾ അസുരകുലത്തിലാണ് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അദ്ദേഹത്തിനോട് നിങ്ങളുടെ ഈ വിഷമങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നു. അങ്ങനെ ദേവന്മാരെല്ലാവരും കൂടി വിശ്വരൂപന്റെ അടുത്ത് എത്തിച്ചേർന്നു. ആ വിശ്വരൂപൻ വന്ന്, വിശ്വരൂപനാണ് ഈ നാരായണ കവച മന്ത്രം ദേവന്മാർക്ക് ഉപദേശിച്ചു കൊടുക്കുന്നത്. ആലോചിച്ച് നോക്കൂ, ഒരു അസുരനാണ് ദേവന്മാർക്ക് ഈ മന്ത്രം ഉപദേശിച്ചു കൊടുക്കുക. അപ്പൊ തന്നെ നാരായണ കവച മന്ത്രത്തിന് ഉള്ള പ്രാധാന്യം നമുക്കിതാ മനസ്സിലാക്കാം അല്ലേ. ഒരു അസുരനൊക്കെ ദേവന്മാർക്ക് ഒരു കാര്യം പറഞ്ഞു കൊടുക്കണമെന്ന് വെച്ചാൽ അതിന് കൂടുതൽ പ്രാധാന്യത ഉണ്ടായിരിക്കും. അപ്പൊ വിശ്വരൂപ ഉവാച, വിശ്വരൂപൻ പറഞ്ഞു. ഉവാച, അപ്പൊ നമ്മൾ ചൊല്ലുന്ന സമയത്തൊക്കെ നന്നായിട്ട് ശ്രദ്ധിക്കണം. അക്ഷരങ്ങളൊക്കെ ചൊല്ലുന്നത് കഴിയുന്നതും ഈ ഉറപ്പിച്ച് പറയേണ്ട അക്ഷരങ്ങൾ എന്ത് വേണം? ഉറപ്പിച്ച് പറയണം. പല ആൾക്കാരും വായിക്കുന്ന സമയത്ത് വിശ്വരൂപ ഉവാച, ഇവിടെ ജ എന്ന് പറഞ്ഞാൽ പോരാ, എന്ത് വേണം? ച എന്ന് തന്നെ പറഞ്ഞു. ഉവാച ഉവാച ഉവാച, അങ്ങനെ പറഞ്ഞ് നമ്മൾ ശീലിക്കണം. ഉവാച വിശ്വരൂപ ഉവാച, വിശ്വരൂപൻ പറഞ്ഞു. എങ്ങനെയാണിത് ചൊല്ലേണ്ടത് എന്നാണ് ആദ്യം തന്നെ വർണ്ണിക്കുന്നത്. ധൗതാംഘ്രി പാണിരാചമ്യം സപവിത്ര ഉദങ്മുഖ കൃതസ്വാംഗകരന്യാസോ മന്ത്രാഭ്യാം വാഗ്യതശുചി. ധൗതാംഘ്രി പാണിരാചമ്യ സപവിത്ര ഉദങ്മുഖ. ധൗതാംഘ്രി പാണിരാചമ്യ, അംഘ്രി പാണി ആചമ്യ, ആചമനം ചെയ്യണം എന്ന് പറയും. എങ്ങനെ? എന്താ വേണ്ടത്? കാലും മുഖവും നന്നായിട്ട് കഴുകുക അല്ലേ. കാലും മുഖമാണ് കഴുകേണ്ടത് പറയും. ഇപ്പോൾ നമ്മൾ രാവിലെ തന്നെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ആദ്യം എന്താ ചെയ്യേണ്ടത്? കാലും മുഖവും കഴുകുകയാണ് വേണ്ടത് പറയും. എന്നാൽ ഇപ്പോൾ നമ്മൾ എന്താ ചെയ്തുകൊണ്ടിരിക്കണത്? ആലോചിച്ച് നോക്കൂ. രാവിലെ നേരത്തെ എഴുന്നേറ്റാൽ ആദ്യം നമ്മൾ എന്താ ചെയ്യുക? കാലാണോ ആദ്യം കഴുകുക, മുഖമാണോ ആദ്യം കഴുകുക? ഇപ്പൊ ഒരുവിധം വീട്ടിലൊക്കെ എന്നിട്ടായിരിക്കും വാഷ് ബേസ് ഉണ്ടായിരിക്കും അല്ലേ. അപ്പൊ വേഗം പോയിട്ട് മുഖം കഴുകും. അപ്പോ ഭാഗവതം നമ്മളോട് പറഞ്ഞിരുന്നു, ആദ്യം നമ്മൾ കഴുകേണ്ടത് എന്താണ്? മുഖമല്ല, കാലാണ്. ധൗതാംഘ്രി പാണിരാചമ്യ, കാല് നന്നായിട്ട് കഴുകണം ആദ്യം. കാലൊക്കെ കഴുകുന്ന സമയത്ത് അതിന്റെ പിൻഭാഗം, അതിന്റെ ആ മടമ്പൊക്കെ നന്നായിട്ട് കഴുകാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം. എന്നിട്ട് വേണം മുഖം കഴുകുക എന്ന് പറയും. അപ്പൊ കാലും മുഖവും കഴുകുക എന്നുള്ളതിന് കൂടുതൽ പ്രാധാന്യമുണ്ട്. എന്നിട്ട് വേണം മന്ത്രങ്ങളൊക്കെ ജപിക്കാൻ. ധൗതാംഘ്രി പാണിരാചമ്യ, ആചമിക്കുക. ആചമിക്കുക എന്ന് പറഞ്ഞാൽ കയ്യിലേക്ക് വെള്ളം എടുത്ത് 3 പ്രാവശ്യം ഇങ്ങനെ കുടിക്കുന്നതിന് ആചമിക്കുക എന്ന് പറയാം. അപ്പൊ അങ്ങനെയൊക്കെ വേണം നിയമപ്രകാരം ഈ മന്ത്രത ജപിക്കാൻ. സപവിത്ര ഉദങ്മുഖ. ഉദങ്മുഖ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വടക്കോട്ട് തിരിഞ്ഞിരിക്കുക. അപ്പൊ ഈശ്വരനെ ഉപാസിക്കാൻ 2 ഭാഗത്തേക്ക് തിരിഞ്ഞിരിക്കുന്നതിന് കൂടുതൽ പ്രാധാന്യമുണ്ട്. എല്ലാവർക്കും അറിയാം, ഈശ്വരനെ ഉപാസിക്കുമ്പോൾ നമ്മൾ സാധാരണയ്ക്ക് കിഴക്ക് ഭാഗത്തേക്കാണ് തിരിഞ്ഞിരിക്കുക അല്ലെ. കിഴക്ക് ഭാഗത്തേക്ക് തിരിഞ്ഞിരിക്കുക. അപ്പൊ പടിഞ്ഞാറ് ഭാഗത്തേക്കാണ് ഭഗവാൻ മുഖമായിട്ട് ഇതായിരിക്കുക. അപ്പൊ നമ്മൾ കിഴക്ക് ഭാഗത്തേക്ക് തിരിഞ്ഞിരുന്ന് ഈ മന്ത്രം ജപിക്കുക, അല്ലെങ്കിൽ വടക്ക് ഭാഗത്ത്. അപ്പൊ ഇവിടെ ഭാഗവത്തിൽ പറയുന്നത് ഈ മന്ത്രം ജപിക്കുന്ന സമയത്ത് എന്ത് വേണം? ഉദൻമുഖ, വടക്ക് ഭാഗത്തേക്ക് തിരിഞ്ഞിരിക്കുന്നതിനാണ് പ്രാധാന്യം. അപ്പൊ വടക്കോട്ട് തിരിഞ്ഞിരുന്നിട്ട് വേണം ഈ നാരായണ കവച മന്ത്രം ജപിക്കുക.
എങ്ങനെ? സപവിത്ര ഉദമുഖ, പവിത്രം കയ്യിൽ അണിയണം എന്ന് പറയും. ഇപ്പൊ പവിത്രം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം എന്താണ് എന്നുള്ളത്. ദർഭപ്പുല്ല് കൊണ്ടുണ്ടാക്കുന്ന മോതിര വിരലിൽ ഇടുന്ന ഒരു കാര്യത്തിനാണ് പവിത്രം എന്ന് പറയാം. അപ്പൊ ആ പവിത്രമൊക്കെ ധരിച്ചിട്ട് വേണം നമ്മൾ ഈ നാരായണ കവച മന്ത്രം ജപിക്കുക. കൃതസ്വാംഗകരന്യാസോ മന്ത്രാഭ്യാം വാഗ്യത ശുചി. വാക്ക് എപ്പോഴാണ് ശുദ്ധമായിട്ട് തീരുക? വാക്ക് ശുദ്ധമാവണമെന്നുണ്ടെങ്കിൽ ഭഗവാന്റെ തിരുനാമം ജപിക്കണം. നാമം ജപിക്കുന്നതോട് കൂടിയിട്ടാണ് നാവ് ശുദ്ധമായിട്ട് തീരുക. അപ്പോൾ നാവിന് 2 ജോലിയാണ് എന്ന് പറയും. കർമ്മേന്ദ്രിയമാണ് നാവ്, അതേപോലെ ജ്ഞാനേന്ദ്രിയമാണ്. ഭക്ഷണം കഴിക്കലും വർത്തമാനം പറയലും, ഇങ്ങനെ 2 ജോലിയാണ് നാവിനുള്ളത്. അപ്പൊ നമ്മൾ എന്തൊക്കെ ഭക്ഷണമാണ് നമ്മൾ കഴിക്കണത് എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. എന്തൊക്കെ കാര്യങ്ങളാണ് നാവിലൂടെ പറയണത് എന്നും നമുക്ക് പറയാനായിട്ട് പറ്റില്ല. നമ്മൾ അറിയില്ല നാവിലൂടെ പറയുന്നതും മറ്റുള്ളവർ പറയിപ്പിക്കുന്നതും ഒക്കെ എന്താണ് എന്നുള്ളത് ആർക്കും പറയാനായിട്ട് പറ്റില്ല. അപ്പൊ ഈ മന്ത്രം ജപിക്കുന്നതിന് മുന്നേ എന്ത് വേണം? നാവ് എന്തായാലും ശുദ്ധമാവണം. എപ്പോഴേ നാവ് ശുദ്ധമാവൂ? ഭഗവാന്റെ തിരുനാമം എപ്പോഴാണോ നാവിലൂടെ വരുന്നത് അതോടുകൂടി ആ നാവ് ശുദ്ധമായിട്ട് തീർന്നു. ഭഗവാന്റെ പ്രസാദം എപ്പോഴാണോ നമ്മൾ കഴിക്കണത് അതോടുകൂടിയിട്ട് നാവ് ശുദ്ധമായിട്ട് തീർന്നു. എങ്ങനെ? ഓടയിലൂടെ ഒഴുകുന്നതായിരിക്കുന്ന മലിനജലം എപ്പോഴാണോ ഗംഗയിൽ എത്തിച്ചേരുന്നത്, പിന്നീട് ആരും അതെന്ത് പറയില്ല, ഓടയിലുള്ള മലിനജലാണ് എന്ന് പറയില്ല. ഗംഗയിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ അതെന്തായി? അത് ഗംഗാജലമായിട്ട് മാറി. ഇതേപോലെ നമ്മൾ നാവിലൂടെ എന്ത് പറഞ്ഞു, നാവിലൂടെ എന്ത് കഴിച്ചു എന്ന് നോക്കാതെ ഭഗവാന്റെ തിരുനാമം നാവിലൂടെ അങ്ങനെ ജപിക്കാനായിട്ട് പുറപ്പെടുമ്പോഴാണ് നാവ് ശുദ്ധമായിട്ട് തീരുന്നത്. മന്ത്രാഭ്യാം വാഗ്യത ശുചി നാരായണമയം വർമ്മ സന്നഹ്യേത് ഭയ ആകത്തെ. നമ്മുടെ ശരീരത്തിലേക്ക്, നമ്മുടെ ജീവിതത്തിലേക്ക് ഒരു ഭയവും വരാതിരിക്കാൻ വേണ്ടിയിട്ട് നാരായണമയം വർമ്മ, ഓന്നമോ നാരായണായ എന്നുള്ള മന്ത്രം കൊണ്ട് ഒരു കവചം നമ്മൾ സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കേണ്ടതാണ്. പാദയോർജാനുനോരുദരേ ഹൃദ്യഥോരസി മുഖേ ശിരസ്യാനുപൂർവ്യാദോങ്കാരാദീനി വിന്യസേത് ഓം നമോ നാരായണായേതി വിപര്യയമഥാഭിവാം. അതിന് അംഗം, ന്യാസം എന്നൊക്കെ പറയും. അതൊക്കെ ഈ പൂജയിലുള്ള ഒരു വലിയ വലിയ ഭാവങ്ങളൊക്കെയാണ്. നമ്മൾ ഭഗവാനെ പൂജ കഴിക്കാൻ ഇരിക്കുന്ന സമയത്ത് എന്ത് വേണം? നമ്മൾ ഇരിക്കുന്ന സ്ഥലം നേരെയാവണം, ആവണപ്പലക ഉണ്ടായിരിക്കണം. എന്നിട്ടോ ആവണപ്പലകേൻ്റെ മുകളാണ് നമ്മളിതായിരിക്കുക. അത് കഴിഞ്ഞാൽ പിന്നെ പ്രണവം ജപിക്കുക. എങ്ങനെ? ആ പ്രണവം മൂക്കിൻ്റെ ഒരു ദ്വാരം അടച്ച് മറ്റേ ദ്വാരത്തിലൂടെ ശരീരത്തിലേക്ക് ഉള്ളിലേക്ക് വായുവിനെ എടുത്ത് പൂരകം, കുംഭകം, രേചകം ഒക്കെ കഴിഞ്ഞ് ആ മനസ്സിൽ ഭഗവാനെ തന്നെ നന്നായിട്ട് ധ്യാനിച്ച് പ്രണവം ജപിക്കണം. പ്രണവം ജപിക്കുക കഴിഞ്ഞിട്ട് എന്ത് വെച്ചാലാണ് നമ്മൾ വ്യാപകം ചെയ്യും. അപ്പോൾ ഓന്നമോ നാരായണായ എന്നുള്ള മന്ത്രം കൊണ്ട് ചന്ദനജലമൊക്കെ പാടെ ശരീരത്തിൻ്റെ ശിരസ് മുതൽ പാദം വരെ 3 പ്രാവശ്യമാക്കും. അതിനാണ് വ്യാപകം എന്ന് പറയും. പിന്നീട് അംഗം എന്ന് പറയും. ഇപ്പോൾ ഓന്നമോ നാരായണായ എന്നുള്ള മന്ത്രം കൊണ്ട് അതിലെ ഓരോരോ അക്ഷരവും നമ്മുടെ ശരീരത്തിൻ്റെ ഓരോരോ ഭാഗത്തും ന്യസിക്കുക. ഇതൊക്കെ പൂജേൻ്റെ ഓരോ ഭാഗങ്ങളാണ്. അപ്പം ഇങ്ങനെ പൂജാതി കാര്യങ്ങളിൽ എപ്രകാരമാണോ നമ്മൾ ഭഗവാനെ ഉപാസിക്കാൻ വേണ്ടി ശരീരത്തിനെ പ്രാപ്തമാക്കുന്നത്, അതേപോലെ വേണം ഈ മന്ത്രം ജപിക്കുന്നതിൻ്റെയും മുന്നേ നമ്മളെ ശരീരശുദ്ധി നമ്മൾ നന്നായിട്ട് ചെയ്തിരിക്കണം. ഇപ്പം കരന്യാസം, അതാണ് ന്യാസം. അതേപോലെ അംഗം, വ്യാപകം തുടങ്ങിയതായിരിക്കുന്ന കർമ്മങ്ങളൊക്കെ ചെയ്തുകൊണ്ട് അതാത് അക്ഷരങ്ങളെ അതാത് ശരീരത്തിൽ ന്യസിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കേണ്ടതാണ്. സവിസർഗം ഭടന്തം തൽ സർവദിക്ഷു വിനിർദ്ദിശേത് ഓം വിഷ്ണവേ നമ ഇതി. പിന്നെ ഈ മന്ത്രം ജപിക്കുന്നതിൻ്റെ മുന്നേ ഓം വിഷ്ണവേ നമ ഇതി എന്നുള്ള മന്ത്രം ജപിക്കണം. അതെന്താണ്? വിഷ്ണു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വ്യാപനശീലത്തോടു കൂടിയവൻ എന്നർത്ഥം. ലോകം മുഴുവനും വ്യാപിച്ചിരിക്കുന്നത് സാക്ഷാൽ ഭഗവാനാണ്. എല്ലാ സ്ഥലത്തോട്ട് സാക്ഷാൽ ഭഗവാൻ. അതുകൊണ്ടാണ് വിഷ്ണവേ നമ, വിഷ്ണു എന്നുള്ള പേര് നമുക്ക് ഭഗവാന് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ വിഷ്ണവേ നമ എന്നുള്ള നാമം ജപിച്ചുകൊണ്ട് വേണം ഈ മന്ത്രം ജപിക്കാൻ. ആത്മാനം പരമം ധ്യേയം ഷഡ്ശക്തിഭിര്യുതം വിദ്യാ തേജ സ്തപോമൂർത്തിമിമം മന്ത്രമുദാഹരേത്. ഈ മന്ത്രം നമ്മൾ ജപിക്കുന്നതോട് കൂടിയിട്ട് അവർക്ക് നല്ല വിദ്യ ഉണ്ടാവുന്നു. ഇപ്പം ചെറിയ കുട്ടിയായിരിക്കുന്ന സമയത്ത് തന്നെ നാരായണ കവച മന്ത്രത്തിനെ നമ്മൾ ഉപാസിക്കുക. രാവിലെ നേരത്തെ എഴുന്നേറ്റ് കുളിയൊക്കെ കഴിഞ്ഞ് വടക്കോട്ട് തിരിഞ്ഞിരുന്ന് ഈ നാരായണ കവച മന്ത്രം ജപിക്കുക. അത്ര വിചാരിച്ചാൽ മതി.
ഇപ്പോൾ അംഗം ന്യാസം, അതേപോലെ ഈ പവിത്ര ഇട, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മളൊരു വലിയ ഭാവത്തിലേക്ക് വിചാരിക്കുക. സ്ഥിരമായിട്ട് ജപിക്കുന്ന ആൾക്കാർ എന്ത് ചെയ്യുക, പറ്റുന്നുണ്ട് വെച്ചാൽ വടക്കോട്ട് തിരിഞ്ഞിരിക്കുക അല്ലെങ്കിൽ കിഴക്കോട്ട് തിരിഞ്ഞിരിക്കുക. എന്നിട്ട് എന്ത് വേണം, ഈ മന്ത്രം ജപിക്കാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ നല്ല വിദ്യ അവർക്ക് ഉണ്ടാവുന്നു, നല്ല തേജസ് ഉണ്ടാവുന്നു, അവർക്ക് എല്ലാവിധ ഐശ്വര്യത്തിനെയും ഭഗവാൻ പ്രദാനം ചെയ്യുന്നു. ഇനിയാണ് മന്ത്രം തുടങ്ങുന്നത്. അപ്പോൾ മന്ത്രം തുടങ്ങുന്നതിന് മുന്നേ എന്ത് വേണം, പ്രണവത്തോട് കൂടിയിട്ട് വേണം എല്ലാ മന്ത്രവും ജപിക്കുക എന്ന് പറയും. നമ്മൾ പ്രണവത്തിന്റെ പ്രാധാന്യം ആദ്യം തന്നെ പറഞ്ഞു. അധ എന്നുള്ള ശബ്ദത്തിനെ പറഞ്ഞ സമയത്ത് അതിന്റെ പ്രാധാന്യം പറഞ്ഞു. അധ ശബ്ദശ്ച ഓങ്കാരശ്ച, ഓങ്കാരത്തില് എല്ലാവിധ മന്ത്രങ്ങളും അടങ്ങിയിട്ടുണ്ട് എന്ന് പറയും. അതാണ് ഓങ്കാരത്തിന്റെ പ്രത്യേകത. ഏത് മന്ത്രവും ജപിക്കുന്നതിന് മുന്നേ ഓങ്കാരം ജപിച്ചിട്ടാണ് ആരംഭിക്കുക. ഓം ഹരിർവിദധ്യാൻ മമ സർവരക്ഷാം ന്യസ്താംഘ്രി പത്മപദകേന്ദ്ര പൃഷ്ഠേ ദരാരി ചർമാസി ഗതേഷു ചാപപാശാൻ ദധാന അഷ്ടഗുണോഷ്ടബാഹു. ഹരിർവിദധ്യാൻ മമ സർവരക്ഷം. ഹരി എന്നുള്ളതായിരിക്കുന്ന ഭഗവാൻ എന്നെ എല്ലാ സമയത്തും രക്ഷിക്കണേ. എപ്പോഴാ ഭഗവാൻ ഹരിയായിട്ട് അവതരിച്ചത്? നമ്മൾ എപ്പോഴും ജപിക്കുന്ന ഒരു നാമമാണ് ഹരേ എന്നുള്ളതായിരിക്കുന്ന നാമം. ഹരേ എന്നുള്ള നാമത്തിന് കൂടുതൽ പ്രാധാന്യമുണ്ട്. എന്താണ് ഹരി എന്നുള്ള നാമത്തിന്റെ പ്രത്യേകത? ഹരിർ ഹരതി പാപാനി. ആരാണോ ഹരി എന്നുള്ളതായിരിക്കുന്ന നാമം ജപിക്കുന്നത് അവരുടെ ദുഃഖത്തിന് കാരണമായിരിക്കുന്ന സകലവിധ പാപകർമ്മങ്ങളും ഇല്ലാതായിട്ട് താതിരുന്നു. ഇത് അറിഞ്ഞ് ജപിച്ചാലും ശരി, അറിയാതെ ജപിച്ചു കഴിഞ്ഞാലും ശരി, അവരുടെ പാപങ്ങൾ ഇല്ലാതാവുന്നു പറയും. അത് അറിഞ്ഞിട്ടാണോ നോക്കില്ല, അറിയാതെയാണോ നോക്കില്ല, അല്ലെ? തീയിന്റെ സ്വഭാവമാണ് പറയും. തീയ് ആര് തൊട്ടു നോക്കാതെ തൊട്ട ആൾക്കാരെ പൊള്ളിക്കുക എന്നുള്ളത് തീയിന്റെ സ്വഭാവം. ഇതേപോലെ ഭഗവാന്റെ നാമം ആര് ജപിക്കണു, എപ്പോ ജപിക്കണു, എങ്ങനെ ജപിക്കണു എന്ന് നോക്കാതെ ആ നാമം നമ്മൾ ജപിക്കുന്നുണ്ടോ അവിടെ ദുഃഖത്തിന് കാരണമായിരിക്കുന്ന സകലവിധ പാപകർമ്മങ്ങളും ഇല്ലാതായിട്ട് തീരുന്നു. അതുകൊണ്ടാണ് ഹരി എന്നുള്ള പേര്. ഹരി എന്ന് പറഞ്ഞാൽ ഹരതി, ഹരിക്കുക, ഇല്ലാതാക്കുക, ചെറുതാക്കുക, പാപങ്ങളെ ഇല്ലാതാക്കുന്നത് കൊണ്ടാണ് ഭഗവാന് ഹരി എന്നുള്ള നാമം കിട്ടിയത്. എപ്പോഴാ ഭഗവാൻ ഹരിയായിട്ട് അവതരിച്ചത്? ആണ് 4ാമത്തെ മന്വന്തരത്തിൽ ഹരിണിയുടെയും ഹരിമേധസിന്റെയും പുത്രനായി ഭഗവാൻ ഹരിയായിട്ട് അവതരിച്ച് ഗജേന്ദ്രന് മോക്ഷത്തിനെ പ്രദാനം ചെയ്തു. അപ്പോൾ ആ ഹരിയായ ഭഗവാന്റെ രൂപത്തിനെയാണ് നമ്മൾ ആദ്യം തന്നെ ധ്യാനിക്കുന്നത്. അപ്പൊ ആ ധ്യാനിക്കേണ്ട രൂപമാണ് ഒരു ശ്ലോകത്തില് വർണ്ണിക്കുന്നത്. എന്താണ് ഭഗവാന്റെ ഹരിയായിരിക്കുന്ന സ്വരൂപം? ഹരിർവിദധ്യാൻ മമ സർവരക്ഷാം ന്യസ്താംഘ്രി പത്മപദകേന്ദ്ര പൃഷ്ഠേ ദരാരി ചർമാസി ഗതേഷു ചാപപാശാൻ ദധാന അഷ്ടഗുണോഷ്ടബാഹൂ. ന്യസ്താംഘ്രി പത്മ പതകേന്ദ്ര പൃഷ്ഠേ. പതകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തിനാ പതകം എന്ന് പറയാ? പക്ഷികളെയാണ് പതകം എന്ന് പറയാ. പതകേന്ദ്രൻ, ഇന്ദ്രൻ എന്ന് പറഞ്ഞാലോ? ഇന്ദ്രൻ എന്ന് പറഞ്ഞാൽ തന്നെ നമുക്ക് ആദ്യം ഓർമ്മ വരിക ദേവേന്ദ്രൻ എന്നാണ്, അല്ലെ? അപ്പൊ ദേവേന്ദ്രനാണ്. ഇന്ദ്രൻ എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താ അർത്ഥം? അതിൽ ശ്രേഷ്ഠമായതിനാണ് എന്ത് പറയാ? ഇന്ദ്രൻ എന്ന് പറയാ. അപ്പൊ ഏതൊരു വസ്തുവിലും ഏതാണോ ഏറ്റവും കൂടുതൽ ശ്രേഷ്ഠമായത് അതിനാണ് ഇന്ദ്രൻ എന്ന് പറയും. അപ്പൊ പതകേന്ദ്രൻ എന്ന് പറഞ്ഞാൽ പതകങ്ങളിൽ ശ്രേഷ്ഠമായത് ആരാണ്? പക്ഷികളിൽ ഗരുഡൻ ശ്രേഷ്ഠനാവൂ. പക്ഷികളിൽ ആരാ ശ്രേഷ്ഠനായത്? ഗരുഡനാണ് ശ്രേഷ്ഠനായത്, അല്ലേ? അപ്പൊ പക്ഷികളിൽ ശ്രേഷ്ഠമായിരിക്കുന്ന ആ ഗരുഡന്റെ പതകേന്ദ്ര പൃഷ്ഠേ, പൃഷ്ഠത്തില് എന്ന് പറഞ്ഞാൽ പുറത്ത്. പൃഷ്ഠം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? പുറം ഭാഗത്തിനാണ് പൃഷ്ഠം എന്ന് പറയുക. അപ്പൊ പതകേന്ദ്ര പൃഷ്ഠേ, ഗരുഡന്റെ പുറത്ത് ഇരിക്കുന്നതായിരിക്കുന്ന സാക്ഷാൽ ഭഗവാൻ. ന്യസ്താംഘ്രി പത്മ പതകേന്ദ്ര പൃഷ്ഠേ ദരാരി ചർമാസി ഗതേഷു ചാപപാശാൻ ദധാന അഷ്ടഗുണ അഷ്ടബാഹു. 8 കൈകളോടുകൂടി ആണ് ഭഗവാൻ ഇതായിരിക്കുന്നത്. 8 കൈകളിൽ ഭഗവാന് എന്തുണ്ട്? 8 തരത്തിലുള്ള ആയുധങ്ങളുണ്ട്. 8 തരത്തിലുള്ള ആയുധങ്ങൾ ധരിച്ച് ആ ഗരുഡന്റെ പുറത്തിരിക്കുന്ന സാക്ഷാൽ മഹാവിഷ്ണു എന്താ ഇപ്പൊ പ്രദാനം ചെയ്യുന്നത്? ഈ ഹരി എന്നുള്ള നാമം ജപിക്കുമ്പോഴും ഈ ഭഗവാന്റെ രൂപത്തിനെ ധ്യാനിക്കുന്ന സമയത്തും അഷ്ടഗുണ അഷ്ടബാഹു,
അഷ്ടഗുണങ്ങളെ 8 ഗുണങ്ങൾ, അതാണ് അഷ്ടൈശ്വര്യങ്ങൾ എന്ന് പറയും. അഷ്ടൈശ്വര്യത്തിനെ പ്രദാനം ചെയ്യുന്ന 8 കൈകളിലുള്ള 8 തരത്തിലുള്ള ആയുധങ്ങളൊക്കെ ധരിച്ചതായിരിക്കുന്ന ഗജേന്ദ്രനെ രക്ഷിക്കാനായിട്ട് ഈ ഭൂമിയിൽ അവതരിച്ച സാക്ഷാൽ ഭഗവാനെയാണ്, ഗരുഡന്റെ പുറത്തിരിക്കുന്ന ഭഗവാനെയാണ് ഹരി എന്നതാ പറയുക. ആ ഹരിയായിരിക്കുന്ന ഭഗവാൻ എന്നതാ രക്ഷിക്കണേ. ജലേഷു മാം രക്ഷതു മത്സ്യമൂർത്തി യാദോ ഗണേഭ്യോ വരുണസ്യ പാശാത് സ്ഥലേഷു മായാവടുവാമനോ വ്യാൽ ത്രിവിക്രമഖേവതു വിശ്വരൂപ. വെള്ളത്തിലേക്ക് ഇറങ്ങുന്ന സമയത്ത് മത്സ്യമൂർത്തിയായിരിക്കുന്ന ഭഗവാൻ എന്നതാ രക്ഷിക്കണേ. മത്സ്യാവതാരം എടുത്തിട്ടുണ്ട് സാക്ഷാൽ ഭഗവാൻ, അല്ലെ? അപ്പോ വെള്ളത്തിൽ മത്സ്യമായിട്ട് ഭഗവാൻ അവതരിച്ചു. അത് ആദ്യ അവതാരാണ് എന്ന് പറയും. ഭഗവാന്റെ ആദ്യ അവതാരമാണ് മത്സ്യാവതാരം. അപ്പൊ വെള്ളത്തിൽ മത്സ്യമായിട്ട് ഭഗവാൻ ഇരിക്കണമെന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അതാണ് മഹാനാരായണ സൂക്തം ഒക്കെ നന്നായിട്ട് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും. നീലതോയത മധ്യസ്ഥ. എങ്ങനെ? വെള്ളത്തിലുള്ളതായിരിക്കുന്ന മത്സ്യം എന്ന് പറഞ്ഞാൽ ജീവാത്മാവ് എന്നർത്ഥം. ആ ജീവാത്മാവിനെയാണ് എന്ത് പറയുക? മത്സ്യ അവതാരം, മത്സ്യസ്വരൂപം എന്നൊക്കെ അതാ പറയുക. നമ്മൾ ഇന്നലെ അനുസ്മരിച്ചു. ഇന്നലെ ഭാഗവത പ്രഭാഷണം കേട്ട ആളുകൾക്ക് അറിയാം, പരമാത്മാവ് എപ്പോഴാണോ ശരീരത്തിലിരിക്കുന്നത് അപ്പോ പരമാത്മാവിന്റെ പേരാണ് എന്ത്? ജീവാത്മാവ് എന്നുള്ളത്, അല്ലെ? പരമാത്മാവ് എപ്പോ ശരീരത്തിലിരിക്കുന്നുവോ അപ്പൊ ആ പരമാത്മാവിന് കൊടുക്കുന്ന പേരാണ് ജീവാത്മാവ്. അങ്ങനെ ജീവനായിക്കൊണ്ട് വെള്ളത്തിൽ ഭഗവാൻ അവതരിച്ചു. അതാണ് മത്സ്യാവതാരം. ആ മത്സ്യാവതാര മൂർത്തിയായിരിക്കുന്ന ഭഗവാൻ എന്നതാ ഈ രക്ഷിക്കണേ. സ്ഥലേഷു മായാവടുവാമനോവ്യാത് ത്രിവിക്രമ ഖേവതു വിശ്വരൂപ. പിന്നെ വാമനമൂർത്തിയായിരിക്കുന്ന ഭഗവാൻ എന്നതാ രക്ഷിക്കണേ. എപ്പോഴാ ഭഗവാൻ വാമനാവതാര സ്വരൂപം സ്വീകരിച്ചത്? അതിഥി കശ്യപന്മാരുടെ പുത്രനായി വാമനനായിട്ട് ഭഗവാൻ അവതരിച്ച് ആ ബലിക്ക് അനുഗ്രഹത്തിനെ പ്രദാനം ചെയ്യാൻ വേണ്ടി. അങ്ങനെയാണ് വാമനാവതാരം ഭഗവാൻ അതാ സ്വീകരിച്ചിട്ടുള്ളത്. അങ്ങനെ ആ വാമനമൂർത്തിയായിരിക്കുന്ന ഭഗവാൻ ഘേ അവതു വിശ്വരൂപ. എങ്ങനെ? വിശ്വരൂപനായിക്കൊണ്ട് ഈ ലോകം മുഴുവനും നടന്നു നിൽക്കുന്ന രൂപത്തിൽ ഭഗവാൻ എങ്ങനെ വലുതായി. അപ്പൊ ആകാശത്തിലൂടെയൊക്കെ നമ്മൾ സഞ്ചരിക്കുന്ന സമയത്ത് എന്ത് വേണം? ഈ വാമനമൂർത്തിയായിരിക്കുന്ന ത്രിവിക്രമനായിരിക്കുന്ന ഭഗവാൻ എന്നതാ രക്ഷിക്കണേ എന്ന് ഭഗവാനോട് ഇതാ പ്രാർത്ഥിക്കുന്നു. ദുർഗേഷടവ്യാജി മുഖാദിഷു പ്രഭു പായാൽ നൃസിംഹോസുരയൂഥപാരി വിമുഞ്ചതോ യസ്യ മഹാട്ടഹാസം ദിശോ വിനേതുർന്യപതം ഗർഭ. ഇവിടെ നരസിംഹസ്വരൂപത്തിലുള്ളതായിരിക്കുന്ന സാക്ഷാൽ ഭഗവാൻ എല്ലാ സമയത്തും ഞങ്ങളെ അനുഗ്രഹിച്ചു കൊണ്ടിരിക്കണേ. മഹാ അട്ടഹാസം. ഏതെങ്കിലുമൊക്കെ ശത്രുക്കളൊക്കെ മുന്നിലേക്ക് ഇതാ വരുന്നുണ്ട് വെച്ചാൽ ആ അട്ടഹാസം ചെയ്ത് അവരൊക്കെ ഇതാ ഇല്ലാതാക്കുന്നതായ സാക്ഷാൽ ഭഗവാൻ എന്നതാ രക്ഷിച്ചു കൊണ്ടിരിക്കണേ എന്ന് പ്രാർത്ഥിക്കണം. രക്ഷത്വ സോമാധ്വനിയജ്ഞകൽപ സ്വദംഷ്ടയോന്നീതധരോ വരാഹ രാമോദ്രികൂടേഷഥ വിപ്രവാസേ സ ലക്ഷ്മണോ വ്യാത് ഭരതാഗ്രജോസ്മാൻ. സ്വദംഷ്ടയോന്നീതധര വരാഹ. വരാഹമൂർത്തിയായിരിക്കുന്ന ഭഗവാൻ എന്നതാ രക്ഷിക്കണേ. ഭരതാഗ്രജോസ്മാൻ. ഭരതന്റെ ജ്യേഷ്ഠനായിട്ട് ഈ ലോകത്തത് അവതരിച്ച രാമചന്ദ്ര പ്രഭുവായിരിക്കുന്ന ഭഗവാൻ അദ്രകൂടേഷു. കാനനത്തിലൂടെയൊക്കെ കാട്ടിലൂടെയൊക്കെ പോണ സമയത്ത് അമ്പും വില്ലൊക്കെ കയ്യെ പിടിച്ച് നിൽക്കുന്ന രാമചന്ദ്ര പ്രഭുവായിരിക്കുന്ന ഭഗവാൻ എന്നതാ രക്ഷിച്ചു കൊണ്ടിരിക്കണേ. മാമുഗ്രധർമാദഖിലാൽ പ്രമാദൽ നാരായണ പാതു നരശ്ചഹാസാൽ ദത്തസ്തയോഗാധതയോഗനാഥ പായാൽ ഗുണേശ കപില കർമ്മബന്ധാൽ. പിന്നെ ഭഗവാന്റെ ഓരോ തരത്തിലുള്ള അവതാരങ്ങൾ, പ്രത്യേകമായിട്ടുള്ള 10 അവതാരങ്ങൾ. പിന്നീടാണ് ഭഗവാന്റെ 22 അവതാരങ്ങളെ പറ്റിയിട്ട് ഇതാ വർണ്ണിക്കുന്നത്. 24 തരത്തിലുള്ള അവതാരങ്ങളെ വർണ്ണിക്കുന്നത്. പിന്നീട് കലാവതാരം, അംശാവതാരം. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഈ അവതാരങ്ങളിൽ പെട്ടതാണ് കപിലാവതാരം എന്ന് പറയും. കപിലാവതാരം. പിന്നെ നരനാരായണ മഹർഷീശ്വരന്മാരായിട്ട് ഭഗവാൻ ഇത് അവതരിച്ചിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള ഈ ദേവന്മാരൊക്കെ ഞങ്ങളതാ രക്ഷിച്ചു കൊണ്ടിരിക്കണേ. നരനാരായണ മഹർഷീശ്വരന്മാര്, പിന്നെ സനൽകുമാരാദി മഹർഷീശ്വരന്മാര്. സനൽകുമാരോവതു കാമദേവാത്. കാമദേവനിൽ നിന്നുള്ളതായ ഉപദ്രവം നമ്മളെ ബാധിക്കാതിരിക്കാൻ സനൽകുമാരാദി മഹർഷീശ്വരന്മാര് ഞങ്ങളെ രക്ഷിച്ചു കൊണ്ടിരിക്കണേ. അപ്പൊ കാമില്ലാത്തതായിട്ട് ആരുമില്ല. ശരീരമുണ്ടോ അവർക്ക് എന്തുണ്ടായിരിക്കും? 6 വികാരങ്ങൾ ഉണ്ടായിരിക്കും. കാമം,
ക്രോധം, ലോഭം, മോഹം, മതം, മാത്സര്യം. ഈ 6 വികാരങ്ങൾ ഇല്ലാത്തതായിട്ട് ആരുമില്ല. എന്ത് വേണം? അതിനൊക്കെ നമ്മൾ നന്നായിട്ട് നിയന്ത്രിക്കണം. എങ്ങനെ നിയന്ത്രിക്കുക? ബുദ്ധി കൊണ്ട് നന്നായിട്ട് നിയന്ത്രിക്കാനായിട്ട് സാധിക്കും. അതിന് ബുദ്ധി കൊണ്ട് നിയന്ത്രിക്കണം എന്ന് വെച്ചാൽ എന്ത് വേണം? സനൽകുമാരാദി മഹർഷീശ്വരന്മാര് ഞങ്ങളത് അനുഗ്രഹിച്ചു കൊണ്ടിരിക്കണേ. കൂർമാവതാരം സ്വീകരിച്ചതായിരിക്കുന്ന സാക്ഷാൽ ഭഗവാൻ ഞങ്ങളത് അനുഗ്രഹിച്ചു കൊണ്ടിരിക്കണേ. ഭക്ഷണമൊക്കെ കഴിക്കുന്ന സമയത്ത് ധന്വന്തരി മൂർത്തിയായിരിക്കുന്ന ഭഗവാൻ ഞങ്ങളത് അനുഗ്രഹിച്ചു കൊണ്ടിരിക്കണേ. അല്ലേ? ഭക്ഷണമൊക്കെ തരുന്ന ആൾക്ക് പോലും അറിയില്ല ഇത് നല്ലതാണോ തരുന്നത്. കഴിക്കുന്ന ആൾക്കാർക്കും അറിയില്ല ഇത് നല്ലതാണോ കഴിക്കണത്. പക്ഷെ അറിയാതെ നമ്മൾ വിഷമാണ് കഴിച്ചത് എന്നുണ്ടെങ്കിലോ ഉള്ളിലെത്തിക്കഴിഞ്ഞിട്ട് അത് പ്രയാസമായിട്ട് മാറും. അപ്പൊ കഴിക്കുന്നതായിരിക്കുന്ന ആഹാരം അത് നമ്മുടെ ശരീരത്തിന് പഥ്യമായിട്ട് തീരണം എന്ന് പറയും. ഈശ്വരനെ ഉപാസിക്കുന്ന സമയത്താണ് വിഷം, പഥ്യം, അരിർ, മിത്രം എന്ന് പറയും. എന്താണ് അരി, മിത്രം? അരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശത്രുക്കള് നമുക്ക് മിത്രമായിട്ട് തീരണു. വിഷം അത് പഥ്യമായിട്ട് തീരുന്നു. അത് അറിയാതെ കഴിച്ചു പോയാലും ശരി ഭഗവാൻ ഉപാസിക്കും. അച്യുതാനന്ദ ഗോവിന്ദ വിഷ്ണോർ നാരായണ ഹരേ. ആ ധന്വന്തരി മൂർത്തിയായിരിക്കുന്ന ഭഗവാൻ ഞങ്ങളതാ രക്ഷിക്കണേ. അല്ലെ? ധന്വന്തരി മൂർത്തിയെ ഉപാസിച്ചിട്ട് വേണം നമ്മൾ ഭക്ഷണം കഴിക്കുക. അല്ലെ? ഭക്ഷണമൊക്കെ കഴിക്കുന്ന സമയത്ത് നന്നായിട്ട് ശ്രദ്ധിക്കണം എന്ന് പറയും. ഭഗവാനെ നന്നായിട്ട് ആലോചിച്ച് ഭഗവാന്റെ അനുഗ്രഹം കൊണ്ടാണ് ഈ ഭക്ഷണം എൻ്റെ മുന്നിൽ എത്തിച്ചേർന്നത്. അന്നം അന്നം ബ്രഹ്മമാണ്. ആ അക്ഷരം ആ ഭക്ഷണത്തിൽ നിന്ന് ഒരു വറ്റ് പോലും വെറുതെ കളയാനായിട്ട് പാടില്ല. ഒരു വറ്റ് കളഞ്ഞു കണ്ടുവെച്ചാൽ 7 ദിവസം പട്ടിണി കിടക്കേണ്ടി വരും എന്നാണ് അല്ലേ കാരണവന്മാരായിരിക്കുന്ന ആൾക്കാരൊക്കെ നമ്മളതാ പഠിപ്പിച്ചിട്ടുള്ളത്. അപ്പൊ ഭക്ഷണം വെറുതെ കളയാൻ പാടില്ല. അന്നം ബ്രഹ്മമാണ്. എന്താണോ നമ്മുടെ മുന്നിൽ എത്തിച്ചേരുന്നത് അത് ഭഗവാനാണ് എന്നുള്ള ഭാവത്തോട് കൂടിയിട്ട് അതിനെ സ്വീകരിക്കുക. ആർക്കായി ഭക്ഷണം കൊടുക്കണത്? നമ്മുടെ ശരീരത്തിനല്ല. നമ്മുടെ ശരീരത്തിന്റെ ഉള്ളില് വൈശ്വാനരോ ഭൂത്വ, വൈശ്വാനരൻ എന്നുള്ള പേരില് സാക്ഷാൽ ഭഗവാൻ ഇതായിരിക്കും. ജഠരാഗ്നിയിൽ ഭഗവാനാണ് ഇരിക്കുന്നത്. അപ്പൊ എപ്രകാരമാണോ നമ്മൾ അഗ്നിയിലേക്ക് ഭഗവാനെ കണ്ട് ഹോമം നടത്തുന്നത് അതേപോലെയാണ് നമ്മൾ ഭക്ഷണം കഴിക്കുന്നത്. അപ്പൊ നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിൽ ഇരിക്കുന്ന സാക്ഷാൽ ഭഗവാനാണ് നമ്മൾ ഭക്ഷണം കൊടുക്കുന്നത്. ഇപ്പൊ എന്ത് വേണം? നല്ല ഭക്ഷണേ കൊടുക്കാനായിട്ട് പാടുള്ളൂ. ഭഗവാൻ ശ്രീകോലിനുള്ളിലുള്ളതായിരിക്കുന്ന ഭഗവാൻ എങ്ങനെയാണോ അതേപോലെയുള്ള ഭഗവാനാണ് നമ്മളൊക്കെ ശരീരത്തിനുള്ളിലിരിക്കുന്നത്. അതൊരിക്കലും നമ്മൾ മറക്കാനായിട്ട് പാടില്ല. അപ്പോൾ ഭഗവാൻ ഏതൊക്കെ നിവേദ്യങ്ങളാണോ നമുക്ക് കൊടുക്കാൻ ഇഷ്ടമുള്ളത് അതേ നിവേദ്യം തന്നെ എന്ത് ചെയ്യാൻ പാടുള്ളൂ? നമ്മളും കഴിക്കാനായിട്ട് പാടുള്ളൂ. എന്താ തന്നെ കഴിക്കണം എന്ന് പറയാൻ കാരണം ആ ഭഗവാനാണ് നമ്മളെ ആ ജഠര അഗ്നിയിൽ ഇരുന്നു കൊണ്ട് എല്ലാവിധ ഭക്ഷണത്തിനെയും സ്വീകരിക്കുന്നത്. അതുകൊണ്ട് ധന്വന്തരി മൂർത്തിയായിരിക്കുന്ന ഭഗവാൻ എന്ത് വേണം? ആ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഞങ്ങളത് രക്ഷിച്ചു കൊണ്ടിരിക്കണേ. ദ്വൈപായനോ ഭഗവാന പ്രബോധാൽ ബുദ്ധസ്തു പാഖണ്ഡഗണാൽ പ്രമാദൽ കൽക്കിക്കലേ കാലമലാൽ പ്രപാതു ധർമാവനായോരു കൃതാവതാരാം. സാക്ഷാൽ ഭഗവാൻ എല്ലാ സമയത്തും രക്ഷിച്ചുകൊണ്ടതായിരിക്കണേ. മാം കേശവോ ഗതയാ പ്രാതരവ്യാത്. കേശവനായിരിക്കുന്ന ഭഗവാൻ. ഇപ്പൊ രാവിലെ നേരത്തെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ആദ്യമായിട്ട് നമ്മൾ ജപിക്കേണ്ടതായ ഒരു നാമുണ്ട്. ഏത് നാമം ജപിക്കേണ്ടത്? ഭൂമി തൊട്ട് തലയിൽ വെക്കുമ്പോൾ ഒരു നാമം ജപിക്കണം. എന്താണ്? കേശവായ നമ. എഴുന്നേൽക്കുന്ന സമയത്ത് തന്നെ ഭൂമി തൊട്ട് കേശവായ നമ എന്നുള്ള നാമം ജപിച്ച് ആ ഭൂമി തൊട്ട് തലയിൽ വെച്ചിട്ടാണ് എഴുന്നേൽക്കുക. അല്ലെ? അപ്പൊ കേശവനായിരിക്കുന്ന ഭഗവാൻ രാവിലെ എന്നെ രക്ഷിക്കണേ. പ്രാതരവ്യാൽ ആദ്യം തന്നെ കേശവനായിരിക്കുന്ന ഭഗവാൻ എന്നതാ രക്ഷിക്കണേ. പിന്നെ കുറച്ചു നേരം കഴിഞ്ഞാൽ അപ്പോ എന്താണ്? ആസംഗവമാത്ത വേണുവിനെ കയ്യിലേക്ക് എടുത്തിരിക്കുന്ന വേണുഗാനം ചെയ്യുന്നതായ സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാൻ എന്നതാ രക്ഷിക്കണേ. പിന്നെ കുറച്ചും കൂടി നേരം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നാരായണനായിരിക്കുന്ന ഭഗവാൻ എന്നതാ രക്ഷിക്കണേ. പിന്നെ കുറച്ചും കൂടി നേരം കഴിയുന്ന സമയത്താണ് വിഷ്ണുവായിരിക്കുന്ന ഭഗവാൻ എന്നതാ രക്ഷിക്കണേ. ഇങ്ങനെ ഒരു ദിവസത്തിനെ 5 ആക്കി മാറ്റി 5 ദേവതമാർ 4 ആക്കി മാറ്റി 4 ദേവതമാര് എന്നതാ രക്ഷിക്കുന്നത്. ഭഗവാന്റെ 4 ഭാവത്തിനെയാണ് ഈ ശ്ലോകത്തിൽ അതാ വർണ്ണിക്കുന്നത്. അപ്പൊ രാത്രി കിടക്കുന്നതിന്റെ മുന്നേ നമ്മൾ ജപിക്കേണ്ടതായിരിക്കുന്ന മന്ത്രമാണ് മാധവായ നമ, ശ്രീ മാധവായ നമ എന്നുള്ള നാമം ജപിച്ച് ഭൂമി തൊട്ട് തലയിൽ വെച്ചതിന് ശേഷമേ കിടന്നുറങ്ങാനായിട്ട് പാടുള്ളൂ. നിശീത ഏകോവതു പത്മനാഭസ്വാമി ആയിരിക്കുന്ന ഭഗവാൻ എന്നതാ രക്ഷിക്കണേ. പിന്നീട് ഭഗവാന്റെ ശരീരത്തിൽ അണിഞ്ഞതായിരിക്കുന്ന ഓരോ ആഭരണങ്ങൾ. ഏതൊക്കെ ആഭരണങ്ങളാണ്? ശ്രീവത്സം
ആ ശ്രീവത്സത്തിനെ നന്നായിട്ട് മനസ്സിലേക്കതാ ധ്യാനിക്കുക. ഈശോസിധരഃ ജനാർദ്ദനഃ അസിധരഃ. ഭഗവാൻ ഒരു അസി കയ്യിലേതാ പിടിച്ചിട്ടുണ്ട്. വനമാലി ഗതി ശാർങ്കി ശംഖി ചക്രേ ച നന്ദകി ശ്രീമാൻ നാരായണോ വിഷ്ണു വാസുദേവോഭിരക്ഷതു. നാന്തകം, നാന്തകം എന്നാണ് ഭഗവാന്റെ കയ്യിലുള്ള വാളിന്റെ പേര്. അപ്പൊ വാള് കയ്യിൽ പിടിച്ചിരിക്കുന്നതായ സാക്ഷാൽ ഭഗവാൻ എന്നതാ രക്ഷിക്കണേ. ദാമോദരനായിരിക്കുന്ന ഭഗവാൻ എന്നതാ രക്ഷിച്ചു കൊണ്ടിരിക്കണേ. ഭഗവാന്റെ കയ്യിലുള്ളതായിരിക്കുന്ന ചക്രം, സുദർശനം എന്നാണ് ഭഗവാന്റെ കയ്യിലുള്ള ചക്രത്തിന്റെ പേര്. ആ ചക്രം എന്നതാ രക്ഷിച്ചു കൊണ്ടിരിക്കണേ, അല്ലെ? ആ ചക്രത്തിനെ ഓർക്കുന്നതോടുകൂടി, ഭഗവാന്റെ കയ്യിലുള്ള ചക്രത്തിന്റെ പേര് സുദർശനം എന്നാണ് ഭഗവാന്റെ കയ്യിലുള്ള ചക്രത്തിന്റെ പേര്. അപ്പൊ സുദർശന ചക്രത്തിനെ ഓർക്കുന്നതോടുകൂടി, സുദർശന മന്ത്രം നമ്മൾ ജപിക്കുന്നതോടുകൂടി തന്നെ എല്ലാവിധ ശത്രു ഭയവും നമ്മളിൽ നിന്ന് ഇല്ലാതായിട്ട് ഇതാതിരുന്നു. പിന്നെ ഭഗവാന്റെ കയ്യിലുള്ള ആ ഗദ, കൗമോദകി എന്നു പേരായിരിക്കുന്ന ഗദയെ ധ്യാനിക്കുന്നതോടുകൂടി ചൂർണയാരിൻ, എല്ലാവിധ അരികളും ശത്രുക്കളും ഇല്ലാതായിട്ട് ഇതാതിരുന്നു. അങ്ങനെ ഭഗവാന്റെ ഓരോ ആയുധങ്ങളെ ധ്യാനിക്കുക. ഭഗവാന്റെ ശരീരത്തിൽ അണിഞ്ഞതായിരിക്കുന്ന ആഭരണങ്ങളെ നന്നായിട്ട് അതാ ധ്യാനിക്കുമ്പോൾ അങ്ങനെയുള്ളതായിരിക്കുന്ന രക്ഷയും നമുക്ക് ജീവിതത്തിൽ അതാ ഉണ്ടാവുന്നു. സർവാണ്യേതാനി ഭഗവൻ നാമരൂപ അസ്ത്ര കീർത്തനാത് പ്രയാന്തു സംക്ഷയം സദ്യോ ഏത ശ്രേയപ്രദീപക. ഭഗവൻ നാമരൂപ അസ്ത്ര കീർത്തനാത്, ഭഗവാന്റെ ആ നാമം ജപിക്കുന്നതിന് കൂടുതൽ അതാ പ്രാധാന്യമുണ്ട്. സർവ ആപദ്ഭ്യോ, എന്താ ഈ നാമം ജപിക്കുന്നതിനുള്ള പ്രത്യേകത? സർവ ആപത്തുകളിൽ നിന്നും ഭഗവാന്റെ ആ തിരുനാമം നമ്മളതാ രക്ഷിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. ഇങ്ങനെ പാതു സർവൈഹി സ്വരൂപേർന്ന സദാ സർവത്ര സർവഗഃ വിദിക്ഷു ദിക്ഷൂർധമതസ്തമന്താത് അന്തർബഹിർ ഭഗവാൻ നാരസിംഹ പ്രഹാപയം ലോകഭയം സ്വനേന സ്വതേജസ ഗ്രസ്ത സമസ്തതേജ. അങ്ങനെ ഓരോ ദേവീദേവന്മാരെയും ഉപാസിക്കുന്ന സമയത്തും ഭഗവാന്റെ ആ ശരീരത്തിലുള്ളതായിരിക്കുന്ന ആഭരണങ്ങളെ ധ്യാനിക്കുന്ന സമയത്തും ആയുധങ്ങളെ ധ്യാനിക്കുന്ന സമയത്തും ഭഗവാൻ നമ്മളെ രക്ഷിക്കുന്നുണ്ട്. പിന്നെ ഓരോ ദേവന്മാര് ഓരോരോ സമയങ്ങളിൽ ഭഗവാൻ നമ്മളെ രക്ഷിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. പിന്നെ അതിൽ കൂടുതൽ പ്രാധാന്യമായിട്ട് ഒരു ശ്ലോകത്തിൽ വർണ്ണിക്കണം. എന്താണ്? വിദിക്ഷു ദിക്ഷോർധമതസ്തമന്താത് അന്തർബഹിർ ഭഗവാൻ നാരസിംഹ പ്രഹാപയം ലോകഭയം സ്വനേന സ്വതേജസ ഗ്രസ്ത സമസ്ത തേജ. നരസിംഹോപാസനയുടെ പ്രാധാന്യമാണ് വർണ്ണിക്കുന്നത്. ഇപ്പൊ നരസിംഹമൂർത്തിയെ നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് ഉപാസിക്കുന്നത്? ഭയങ്ങളൊക്കെ ഇല്ലാതായിട്ട് തീരാൻ വേണ്ടിയിട്ടാണ് നരസിംഹാവതാരം കേൾക്കുക. നരസിംഹമൂർത്തിക്ക് പ്രത്യേകമായിട്ട് വഴിപാടുകൾ ഇതാ കഴിക്കുക. നരസിംഹമൂർത്തിക്ക് ഇഷ്ടപ്പെട്ടതായിരിക്കുന്ന ചുവന്ന പൂക്കൾ ഭഗവാന്റെ പാദങ്ങളിൽ ഇതാ സമർപ്പിക്കുക. ചുവന്ന പട്ട് നരസിംഹമൂർത്തിയുടെ പാദങ്ങളിൽ ഇതാ സമർപ്പിക്കുക. നരസിംഹ മന്ത്രം ഉഗ്രം വീരം ആ വിഷ്ണു ജ്വലന്തം സർവതോമുഖം നൃസിംഹം ഭീഷണം ഭദ്രം മൃത്യുമൃത്യും നമാമ്യഹം. ഇതൊക്കെ ഭയം ഇല്ലാതാക്കി തീർക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരാൾ നരസിംഹോപാസകന്മാരായിട്ട് ഇതാ മാറുമ്പോ വിദിക്ഷു ദിക്ഷൂർധ്വമത സമന്താത് അന്തർബഹിർ ഭഗവാൻ നാരസിംഹ. ഈ നരസിംഹമൂർത്തി ഈ ഉപാസകന്റെ 4 ഭാഗത്ത് നിന്നുകൊണ്ട് അവരെ രക്ഷിക്കുന്നു. പിന്നെയോ 8 ഭാഗത്ത് നിന്നുകൊണ്ട് നരസിംഹമൂർത്തി ഇതാ രക്ഷിക്കുന്നു. പിന്നെ 10 ഭാഗത്ത്, എങ്ങനെ? മുകളിലും താഴെയും നിന്നുകൊണ്ട് ഈ ഉപാസകനെ രക്ഷിക്കുന്നു. മാത്രമല്ല, ഏതെങ്കിലും ശത്രുക്കളൊക്കെ മുന്നിൽ വന്ന് നിൽക്കുകയാണ് എന്നുണ്ടെങ്കിൽ പ്രഹാപയം ലോകഭയം സ്വനേന സ്വതേജസ ഗ്രസ്ത സമസ്ത തേജ. അവരുടെ ആ ഹൃദയത്തിൽ ഇരുന്നു കൊണ്ട് ഇവരുടെ ഭയം മുഴുവനും ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ഭഗവാൻ ഒരു ശബ്ദം ഉണ്ടാക്കൂത്രേ. അതാണ് സിംഹത്തിന്റെ ശബ്ദം എന്ന് പറഞ്ഞാൽ അതിനൊരു പ്രത്യേകത ഉണ്ട്. സിംഹം സാധാരണ ആൾക്കാരുടെ ശബ്ദം ഉണ്ടാക്കുന്നത് പോലെയല്ല. സിംഹം ഭൂമിയിലേക്ക് തൻ്റെ ആ മൂക്കും വായും ഒക്കെ അത് അടുപ്പിച്ചു വെച്ച് അതിൻ്റെ പ്രതിധ്വനികളെ കൊണ്ടാണ് ശത്രുക്കളെയൊക്കെ അത് ഓടിക്കുക. അങ്ങനെ ആ സിംഹരാജനായിരിക്കുന്ന സാക്ഷാൽ നരസിംഹമൂർത്തി നമ്മുടെ ഹൃദയത്തിലിരുന്നു കൊണ്ട് എല്ലാവിധ ശത്രുക്കളെയും ഇല്ലാതാക്കിയതാ തീർക്കുന്നു. ന കുതശ്ചിത് ഭയം തസ്യ വിദ്യാം ധാരയതോ ഭവേത് രാജ ദസ്യു ഗൃഹാദിഭ്യ. അപ്പൊ ഇതൊക്കെ പാരായണം ചെയ്യുന്ന സമയത്ത് ആളുകൾ ശ്രദ്ധിക്കുക. അവിടെ എങ്ങനെയാണ് പദം മുറിക്കുക? രാജ ദസ്യു ഗൃഹാദിഭ്യ. രാജാക്കന്മാര്. ദസ്യുക്കൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കള്ളന്മാര് എന്നർത്ഥം. ഗൃഹാദിഭ്യ എന്ന് പറഞ്ഞാൽ ഗ്രഹങ്ങൾ, ആകാശത്തുള്ളതായ ഗ്രഹങ്ങൾ.
പിന്നെ വ്യാഘ്രാദിഭ്യശ്ച, ഈ ലോകത്തുള്ളതായിരിക്കുന്ന ജീവജാലങ്ങൾ, ഇവരിൽ നിന്നൊക്കെ വരുന്നതായ സകലവിധ ഭയവും ഈ നാരായണ കവച മന്ത്രം ജപിക്കുന്നതോടുകൂടി ഇല്ലാതായിട്ട് തീരുന്നു. പലർക്കും പലതരത്തിലാണ് ഭയമുള്ളത്. എല്ലാവർക്കുമുള്ള ഭയം എന്ത് ഭയമാണ്? മൃത്യുഭയം എല്ലാവർക്കും ഉണ്ട്. പക്ഷെ നാരായണ കവച മന്ത്രം സ്ഥിരമായിട്ട് ജപിക്കാനായിട്ട് പുറപ്പെട്ട അത് ഉപാസന നടത്തുന്നതോട് കൂടിയിട്ട് ആ ഭയവും ഇല്ലാതായിട്ട് തീരുന്നു. ഇങ്ങനെ ഈ നാരായണ കവച മന്ത്രത്തിനെ വിദ്യാം ധാരയത, എന്ത് ചെയ്യാം? അതൊക്കെ എഴുതിയിട്ട് നമുക്ക് ലോഹത്തിലൊക്കെ എഴുതിയിട്ട് ശരീരത്തിലൊക്കെ ധരിക്കാവുന്നതാണ്. പിന്നെന്താ ഭയമുള്ളത് ആളുകൾക്ക്? മരണഭയമുണ്ട്. പിന്നെ കയ്യിൽ പണം ഉണ്ടെങ്കിൽ ആ പണം കയ്യിൽ നിന്ന് പോകുമോ എന്നുള്ളതായിരിക്കുന്ന ഭയമുണ്ട്. രാജാക്കന്മാരൊക്കെ വന്ന് തൻ്റെ കയ്യിലുള്ളതായിരിക്കുന്ന പണമൊക്കെ സമ്പത്തൊക്കെ കൊണ്ടുപോകുമോ എന്നുള്ളതായിരിക്കുന്ന ഭയമുണ്ട്. ഇങ്ങനെയുള്ള സകലവിധ ഭയത്തിനെയും ഈ നാരായണ കവച മന്ത്രം ജപിക്കുന്നതോട് കൂടിയിട്ട് ഭഗവാൻ ഇല്ലാതാക്കി തീർക്കുന്നു. അപ്പൊ ഇങ്ങനെയൊന്നും അല്ലാത്ത ഒരു ഭയം കൂടി ഉണ്ട് നമുക്ക്. അതെന്താ ഭയം? നമ്മൾ മരിച്ചു കഴിഞ്ഞിട്ട് വെച്ചാൽ കുട്ടികളൊക്കെ വേണ്ട രീതിയിൽ പിതൃകർമ്മം ചെയ്യും. ഇതായിരിക്കും വേറെ ചില ആളുകൾക്കൊക്കെ ഭയം. അപ്പൊ ആ പിതൃകർമ്മമൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പണമൊക്കെ നേരെയാക്കി വെച്ചിട്ടുണ്ട്. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല. എന്ത് മരിച്ചു കഴിഞ്ഞാൽ അതൊക്കെ അവർ ചെയ്യോ ഇല്ലയോ എന്നുള്ളത് പറയാൻ പറ്റുമോ? മരിക്കുന്നത് വരെ നല്ല ചിരിച്ച് നമ്മളെ കൂട്ടത്തിലൊക്കെ തിന്നു. മരിച്ചു കഴിഞ്ഞ സമയത്ത് ഇനിയിപ്പോൾ ഒന്നും വേണ്ട കേട്ടോ, അല്ലെ ശ്രാദ്ധ കൂട്ടണ്ട, പിതൃകർമ്മം ചെയ്യണ്ട, കിട്ടിയ പൈസയൊക്കെ അവനവൻ്റെ ഓരോ കാര്യത്തിന് കൊണ്ടുപോകുമല്ലോ എന്നുള്ളത് പറയാൻ പറ്റില്ല. അപ്പൊ അങ്ങനെ ഒരു പേടിയുള്ളതായിരിക്കുന്ന ആൾക്കാരാണെങ്കിലും ഭയമുള്ള ആൾക്കാരാണെങ്കിലും എന്ത് ചെയ്താൽ മതി? നാരായണ കവച മന്ത്രത്തിനെ സ്ഥിരമായിട്ട് ജപിച്ച് ഉപാസന വരുത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കുമ്പോൾ അവരുടെ ആ പിതൃകർമ്മം ചെയ്യുന്നതിലും അവർക്കൊരു ഭയവും ഉണ്ടാവില്ല. അപ്പൊ എന്നൊരു ഉദാഹരണം പറഞ്ഞു. പണ്ട് ചിത്രരഥൻ എന്ന പേരായിട്ട് ഒരു ഗന്ധർവൻ, അദ്ദേഹം അങ്ങനെ വിമാനത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ ഒരു മരുഭൂമിയുടെ മുകളിൽ എത്തിച്ചേർന്നു. അപ്പോൾ ആ വിമാനം അവിടെ നിന്നു. ഇപ്പം വിമാനം നേരെ താഴത്തേക്ക് ഇറക്കി. വിമാനത്തിന് എന്തെങ്കിലും കേടൊക്കെ ഉണ്ടോ എന്ന് നോക്കി. ഒന്നും കേടില്ലാതെ മനസ്സിലായി. അപ്പോഴാണ് സൂര്യന്റെ ആ തേര് ഓടിക്കുന്നതായ ബാലകില്യന്മാര്, ആ ബാലകില്യന്മാര് 60,000 പേര്, അവര് നേരെ താഴത്തേക്ക് ഇറങ്ങി വന്നു. എന്നിട്ട് ചിത്രരഥനോട് പറഞ്ഞു, ചിത്രരഥ, അങ്ങയുടെ ആ വിമാനത്തിന് കുഴപ്പങ്ങളൊന്നുമില്ല. പക്ഷെ വിമാനം നിൽക്കാനുള്ള കാരണം എന്താണ്? ഈ മരുഭൂമിയില് വിമാനം വന്ന് നിൽക്കാനുള്ള കാരണം എന്താ ചോദിച്ചു കഴിഞ്ഞാൽ, പണ്ട് കൗശിക ഗോത്രത്തിൽപ്പെട്ട ഒരു ബ്രാഹ്മണൻ, അദ്ദേഹം നാരായണ കവച മന്ത്രം ജപിച്ച് സിദ്ധി വന്ന ഉപാസകനായിരിക്കുന്ന ആളാണ്. അദ്ദേഹം ഈ മരുഭൂമിയിൽ വെച്ചിട്ടാണ് മരിച്ചത്. പക്ഷെ അദ്ദേഹത്തിന്റെ പിതൃകർമ്മം ചെയ്യാൻ ആരും ഉണ്ടായില്ല. അപ്പൊ അദ്ദേഹത്തിന്റെ ആ എല്ലൊക്കെ ഇവിടുന്ന് എടുത്ത് അങ്ങ് പിതൃകർമ്മം ചെയ്ത് കഴിഞ്ഞാൽ അങ്ങക്ക് ഇവിടുന്ന് സുഖമായിട്ട് പോവാം. അപ്പൊ മണലൊക്കെ മാറ്റി നോക്കിയ സമയത്ത് അവിടെ ഒരു ബ്രാഹ്മണന്റെ ആ എല്ല് കിടക്കണുണ്ട്. അത് എടുത്തു. എന്നിട്ട് സരസ്വതി നദിയിൽ കൊണ്ടുപോയി നിമജ്ജനം ചെയ്ത് ഇദ്ദേഹത്തിന് വേണ്ട പിതൃകർമ്മങ്ങളൊക്കെ ചെയ്തതിന് ശേഷം മാത്രമാണ് ആ ഗന്ധർവന്, ചിത്രരഥന് അവിടുന്ന് യാത്രയാവാനായിട്ട് സാധിച്ചത്. ഇങ്ങനെ സ ബാലകില്യവചനാദസ്ഥീന്യാദായ വിസ്മിത പ്രാസ്യ പ്രാചീ സരസ്വത്യം സ്നാത്വാധാമ സ്വമന്വകാൽ. സരസ്വതി നദിയിൽ നിമജ്ജനമൊക്കെ ചെയ്ത് സരസ്വതി നദിയിൽ കുളിയൊക്കെ കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് അദ്ദേഹത്തിന് അവിടുന്ന് യാത്രയാവാനായിട്ട് സാധിച്ചത്. ഇതം ശൃണുയാൽ കാലേ യോ ധാരയതി ചാതൃത തം നമസ്യന്തി ഭൂതാനി മുച്യതേ സർവതോ ഭയാത്. രാവിലെ നേരത്തെ എഴുന്നേറ്റ് ഈ നാരായണ കവച മന്ത്രം ജപിക്കുക. ആ നാരായണ കവച മന്ത്രം ജപിച്ചതായിരിക്കുന്ന തകിടൊക്കെ ശരീരത്തിൽ അണിയ. ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ തം നമസ്യന്തി ഭൂതാനി, മറ്റ് ഭൂതജാലങ്ങൾ, നമ്മളെ മുന്നിൽ അങ്ങനെ നിൽക്കുന്നതായ 4 കാലും വാലും ഒക്കെ ഉള്ളതും എന്നിട്ട് എഴയണതായിരിക്കുന്ന ജീവജാലങ്ങളും നമുക്ക് പേടിപ്പെടുത്താൻ വേണ്ടിയിട്ട് നമ്മളെ മുന്നിലേക്ക് വരുന്ന ആൾക്കാരും അതൊക്കെ എന്ത് ചെയ്യും? നമസ്യന്തി, നമ്മളെ പാദങ്ങളിലേക്ക് വീണത നമസ്കരിക്കുന്നു. എല്ലാവിധ ഭയവും ഉണ്ടാക്കുന്നതായ സകല ജീവജാലങ്ങളും ഈ നാരായണ കവചം മന്ത്രം ജപിക്കുന്ന ഒരു ഉപാസകന്റെ അടുത്തെത്തിച്ചേരുന്ന സമയത്ത് അവരുടെ പാദങ്ങളിലേക്ക് വീണ് നമസ്കരിക്കുന്നു എന്ന് മാത്രമല്ല, ഏതാം വിദ്യാമധികതോ വിശ്വരൂപാച്ഛതക്രതു ത്രൈലോക്യ ലക്ഷ്മിം ഭുഭുജേ വിനർജിത്യ മൃധേ സുരാൻ. അസുരന്മാരെയൊക്കെ ജയിക്കാനായിട്ട് സാധിച്ചു. ഇവരുടെ നഷ്ടപ്പെട്ടു പോയതായിരിക്കും, ദേവന്മാരുടെ നഷ്ടപ്പെട്ടു പോയതായിരിക്കുന്ന എല്ലാവിധ ഐശ്വര്യവും അവർക്ക് ഈ നാരായണ കവച മന്ത്രം ജപിച്ചതോട് കൂടിയിട്ട് അവർക്ക് തിരിച്ചതാ കിട്ടി. അപ്പൊ നഷ്ടപ്പെട്ട വസ്തുക്കളൊക്കെ തിരിച്ചു കിട്ടണമെന്ന് വിചാരിക്കുന്ന ആൾക്കാരും
അവരെന്ത് ചെയ്താൽ മതി? ഈ നാരായണ കവച മന്ത്രം സ്ഥിരമായിട്ട് അങ്ങനെ ജപിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. നമ്മളിൽ നിന്ന് എന്തൊക്കെ നഷ്ടപ്പെട്ടു പോകുന്നുണ്ടോ അതൊക്കെ നമുക്ക് ജീവിതത്തിൽ തിരിച്ചതാ കിട്ടണം. ഇങ്ങനെ ത്രൈലോക്യ ലക്ഷ്മിയും പൂജയെ എല്ലാവിധ ഐശ്വര്യത്തോടും കൂടി ഈ 3 ലോകത്തിലും നമുക്ക് സുഖമായി സന്തോഷത്തോടു കൂടിയിട്ട് ജീവിക്കുവാനായിട്ട് സാധിക്കുന്നു എന്നുള്ളതായ ഫലശ്രുതിയും കൂടി ശ്രീ ബ്രഹ്മർഷി പറഞ്ഞുകൊണ്ടാണ് നാരായണ കവച മന്ത്രം ഷഷ്ഠസ്കന്ധത്തിലെ 8ാമത്തെ അധ്യായത്തില് പറഞ്ഞതാ സമർപ്പിച്ചത്. അപ്പോ ഇതിലെ കുറച്ച് ഭാഗങ്ങളൊക്കെ അനുസ്മരിക്കാൻ സാധിച്ചു എന്നല്ലാതെ ഇത് പരിപൂർണമായിട്ടൊന്നും നമുക്ക് പറയാനായിട്ട് സാധിച്ചിട്ടില്ല. എന്തായാലും 1 മണിക്കൂർ നേരമാണ് നമ്മൾ ഇവിടെ ഇരുന്ന് ഇതിനെ പറ്റിയിട്ടൊന്ന് അനുസ്മരിക്കണം എന്ന് വിചാരിച്ചത്. കുറച്ച് ആൾക്കാർക്കൊക്കെ കുറച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. സർവേശ്വരനായിരിക്കുന്ന ഭഗവാൻ നമ്മളെ അനുഗ്രഹിക്കട്ടെ. ഇപ്പൊ ഭാഗവതം വായിക്കുന്നവരായിരിക്കും അധിക പേരും അതിലേറ്റവും കൂടുതൽ പ്രാധാന്യമുള്ളതാണ് നാരായണ കവച മന്ത്രം. പിന്നെ ഇവിടെ ഇപ്പോ ചിലവരൊക്കെ ആ നാരായണ കവചത്തിനെ പറ്റിയിട്ടൊക്കെ കൂടുതൽ പറഞ്ഞു തന്നിട്ടുണ്ട്. എങ്കിലും ഒന്നും കൂടി അതൊന്ന് മനസ്സിലാവട്ടെ. സത്സംഗത്തിന് അതിനാണല്ലോ പ്രാധാന്യം. കൂടുതൽ ഈശ്വര കാര്യങ്ങൾ നമ്മൾ ചെയ്യാൻ പറ്റുക. ഒരിക്കൽ കൂടി നാമം ജപിക്കാൻ പറ്റുക വെച്ചാൽ അത്രത്തോളം നന്നായി. ഒരിക്കലും കൂടി വിഷ്ണു സഹസ്രനാമം ജപിക്കാൻ പറ്റുക വെച്ചാൽ അത്രത്തോളം നന്നായി. ഒരിക്കൽ കൂടി ഭാഗവതം വായിക്കാൻ സാധിക്കുക വെച്ചാൽ അത്രത്തോളം നന്നായി. അതായത് ഈ മന്ത്രം നമ്മൾ ഭാഗവതത്തിൽ പറഞ്ഞിട്ടുള്ള ഒരു മന്ത്രമാണ്. അപ്പൊ അത് ഭാഗവതത്തില് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭാഗവത മഹാത്മ്യത്തിൽ പ്രത്യേകമായിട്ട് വർണ്ണിക്കുന്നുണ്ട്. സദാസേവ്യ ശ്രീമദ് ഭാഗവതം. എല്ലാ സമയത്തും ഭാഗവതം പാരായണം ചെയ്യാം. എപ്പോൾ വേണമെന്നുണ്ടെങ്കിലും ഭാഗവതം പാരായണം ചെയ്യാം. രാവിലെ പാരായണം ചെയ്യാം, ഉച്ചയ്ക്ക് പാരായണം ചെയ്യാം, വൈകുന്നേരം പാരായണം ചെയ്യാം, രാത്രി പാരായണം ചെയ്യാം. അതിന് ഇന്ന സമയം എന്നൊന്നും കണക്കില്ല. പക്ഷെ ഓരോരോ മന്ത്രത്തിന്റെയും പ്രത്യേകതയാണ് നമ്മൾ വളരെ ശുദ്ധമായിട്ട് ചെയ്യണം എന്നൊക്കെ. അപ്പോ നമ്മളെ മനസ്സിന്റെ ശുദ്ധിക്കാണ് കൂടുതൽ പ്രാധാന്യം. ഈ ശുദ്ധി അശുദ്ധിയൊക്കെ എന്നുള്ളത് കാലത്തിനനുസരിച്ചാണ് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുക. കാലത്തിനനുസരിച്ച് എന്തുണ്ടായിരിക്കും, നമുക്ക് പണ്ടത്തത് പോലെയുള്ള ശുദ്ധാശുദ്ധങ്ങളൊന്നും ചിലപ്പോ ഇപ്പോ നമുക്ക് ഇപ്പൊ വിദേശത്തൊക്കെ താമസിക്കുന്ന സമയത്ത് ഇപ്പൊ മുങ്ങി കുളിക്കാൻ പറ്റുമോ? മുങ്ങി കുളിക്കാൻ പറ്റില്ല. അപ്പൊ മുങ്ങി കുളിക്കുക എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ കാലും മുഖമൊക്കെ കഴുകി കഴിഞ്ഞാൽ തന്നെ നമ്മൾ ശുദ്ധമായി. നമ്മളാ ഇരിക്കുന്ന സ്ഥലത്ത് നമ്മളെ മനസ്സ് ശുദ്ധമാണ് എന്നുള്ള ഭാവത്തോട് കൂടിയിട്ട് നമുക്ക് ഈ കർമ്മങ്ങളൊക്കെ നാമൊക്കെ ജപിക്കാം. അതിലൊന്നും ഒരിക്കലും ഒരു തെറ്റ് ഭഗവാൻ കാണില്ല. അത് എത്രത്തോളം ശരിയുണ്ട് എന്നുള്ളതാണ് ഭഗവാൻ കാണുക. പ്രത്യേകിച്ച് ഭാഗവതത്തിന് ഒരു തെറ്റ് വരില്ല. ഇനി എന്തെങ്കിലും തെറ്റ് നമ്മളെ അടുത്തുനിന്ന് വരികയാണെങ്കിൽ ഭഗവാൻ എന്ത് ചെയ്യും? അതിനെ സാവധാനത്തില് നേരെയാക്കി തരും. ഏതെങ്കിലും ഗുരുനാഥന്മാരൊക്കെ നമ്മളെ അടുത്തേക്ക് വന്ന് നമുക്ക് ആ വരുന്ന തെറ്റുകളെയൊക്കെ ഭഗവാനിലൂടെ ഇല്ലാതാക്കി തീർക്കും. അപ്പൊ അതിലൊന്നും ഇത് വിചാരിക്കേണ്ട കാര്യമില്ല. ആദ്യം മുതൽ മനഃശുദ്ധിയെ പറ്റിയിട്ടാണ് വർണ്ണിക്കുന്നത്. ഞാൻ ഇത് തുടങ്ങുന്നതിന്റെ സമയത്ത് തന്നെ പറഞ്ഞല്ലോ, നമ്മളെ ശബരിയുടെ കഥ പറഞ്ഞില്ലേ? നമ്മളൊന്നും ശബരി ആയിട്ടല്ല പറയണത്, എങ്കിലും ആ ഭാവത്തിലേക്കുള്ള ഒരു ചെറിയ കാലെടുത്ത് വെക്കലാണ് ഭാഗവതം കേൾക്കലും ഭാഗവതം വായിക്കലും ഭഗവത് ഉപാസനയൊക്കെ. ആ ഭഗവാൻ കാണുന്നുണ്ട്. ഞാന് ഇങ്ങനെ ഒരു പുസ്തകം, നമ്മളെ പുസ്തകമുണ്ട്. ഇത് സുഹൃതം എന്നാണ് ഈ പുസ്തകത്തിന്റെ പേര്. ഈ പുസ്തകത്തിലുണ്ട് നാരായണ കവച മന്ത്രം. എല്ലാവർക്കും പഠിക്കും. പിന്നെ നമ്മൾ ഡൗൺലോഡ് ചെയ്താലും മതി. നമുക്ക് എന്താ വെച്ചാ ഇപ്പൊ മൊബൈലിൽ എല്ലാതും കിട്ടും. മൊബൈലിൽ PDF ഡൗൺലോഡ് ചെയ്താൽ മതി നാരായണ കവചം. പിന്നെ കുറെ ആചാര്യന്മാര് നാരായണ കവചത്തിനെ പറ്റിയിട്ട് വളരെ വിസ്തരിച്ച് പറഞ്ഞതുണ്ട്. അതൊക്കെ നമ്മൾ കൂടുതൽ കേൾക്കുക, കൂടുതൽ പഠിക്കുക. അതിൽ നമുക്ക് എന്താ വേണ്ടത് വെച്ചാൽ നമ്മൾ സ്വീകരിക്കുക. ഒരാളാണ്ട് പറഞ്ഞു എന്ന് വിചാരിച്ചത് അതേപോലെ സ്വീകരിക്കരുത്. അപ്പൊ അതെന്ത് വേണം? അതാണ് ഭാഗവതത്തിന്റെ പ്രത്യേകത. എന്താ ചോദിച്ചാൽ ഈ ഉപാസകന്മാര് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. എന്താ വെച്ചാൽ വിചാരണപരം എന്ന് പറയും. മറ്റുള്ളവർ പറയുന്നതിനെ അതേപോലെ അങ്ങോട്ട് കേൾക്കല്ല. അത് ശരിയാണോ? എനിക്ക് ഉപകാരമാണോ? ഞാനിത് ചെയ്തു കഴിഞ്ഞു വെച്ചാൽ എനിക്ക് അതിൻ്റെതായിരിക്കുന്ന ഗുണം എന്താണ്? അതിനാണ് വിചാരണപരം. ഇത് ഭഗവാൻ പറഞ്ഞതാണോ, ഭാഗവതത്തിൽ പറഞ്ഞതാണോ എന്നുള്ളതിനെ നമ്മളൊന്ന് ഇരുന്ന് ചിന്തിക്കണം. എന്നിട്ട് നമ്മളത് അനുഷ്ഠിക്കുക. ഭാഗവതത്തിലൊക്കെ പറഞ്ഞതാണ് വെച്ചാൽ എന്ത് ചെയ്യുക?
അത് ആര് പറഞ്ഞു കഴിഞ്ഞാലും അത് ശരിയാണ് എന്നുള്ള രീതിയിൽ അതിനെ നമ്മൾ ജപിക്കാൻ വേണ്ടിയിട്ട് ഇതാ ശ്രമിക്കണം. ഇത് നാരായണ കവചം ഭാഗവത്തിൽ പറഞ്ഞതാണ്. അത് നമുക്ക് എന്ത് ചെയ്യാം? സ്ഥിരമായിട്ട് ഇതാ ജപിക്കാം, എപ്പോഴും ജപിക്കാം, ഒരു തെറ്റും ഇതാകുന്നതാ വരില്ല. ഓം നമോ ഭഗവതേ തുഭ്യം വാസുദേവായ ധീമഹി പ്രദ്യുമ്നായ അനിരുദ്ധായ നമ സംഘർഷണായ ച. അതായത് മൂലഗ്രന്ഥത്തിലെ പ്രഥമ സ്കന്ധത്തിൽ 5-ാമത്തെ അധ്യായത്തിൽ 37-ാമത്തെ ശ്ലോകത്തിലാണ് ഈ മന്ത്രം വർണ്ണിക്കുന്നത്. നമ്മൾ പറഞ്ഞല്ലോ, ഒരാള് ജനിച്ചു കഴിഞ്ഞാൽ അവര് 4 കാര്യങ്ങൾ ചെയ്യണം എന്ന് പറഞ്ഞു. ഒരാചാര്യൻ, ഒരു മന്ത്രം, ഒരു ദേവത, ഒരു ശാസ്ത്രഗ്രന്ഥം. ഈ 4 കാര്യങ്ങളാണ് നമ്മൾ നന്നായിട്ട് ശ്രദ്ധിക്കേണ്ടത്. ഇപ്പൊ ഗ്രന്ഥങ്ങൾ 2 തരത്തിലാണ് എന്ന് പറയും. ഒന്ന് എന്താണ്, ഭഗവത്പരമായിരിക്കുന്ന ശാസ്ത്രഗ്രന്ഥങ്ങൾ, ഒന്ന് ഭൗതികപരമായിരിക്കുന്ന ശാസ്ത്രഗ്രന്ഥങ്ങൾ. സത് ശാസ്ത്രം, അസത് ശാസ്ത്രം. ശ്രദ്ധിച്ചോളൂ, എല്ലാവരും ശ്രദ്ധിക്കേണ്ടതാണ്. സത് ശാസ്ത്രം, അസത് ശാസ്ത്രം എന്ന് പറയും. സത്ത് ശാസ്ത്രം എന്ന് പറഞ്ഞാൽ സത്തിനെ പറ്റി പറയുന്ന ശാസ്ത്രം. സത്ത് എന്ന് പറയാൻ എന്താ അർത്ഥം? എന്നും നിലനിൽക്കുന്നത്. ഇന്നലെ ഉണ്ട്, ഇന്നും ഉണ്ട്, നാളെ ഉണ്ട്. അതിനാണ് സത്ത് എന്ന് പറയുക. ഭഗവത്പരമായിരിക്കുന്ന ഗ്രന്ഥങ്ങളെയാണ് സത് ശാസ്ത്രം എന്ന് പറയുക. അസത് ശാസ്ത്രം എന്ന് പറഞ്ഞാലോ, അത് നാളത്തേക്കില്ല, നാളത്തേക്ക് കാണാതാവുന്ന വസ്തുക്കൾ, അതാണ് ഭൗതിക കാര്യങ്ങൾ. അപ്പൊ ഭൗതിക കാര്യങ്ങളെ പറ്റിയിട്ട് വർണ്ണിക്കുന്ന ഗ്രന്ഥത്തിലാണ് അസത് ശാസ്ത്രം എന്ന് പറയുക. അപ്പൊ നാളത്തേക്ക് ഇല്ലാതാവുന്ന ഗ്രന്ഥങ്ങൾ നമ്മൾ പഠിച്ചിട്ട് കാര്യമില്ല. എന്ത് വേണം? എന്നും നിലനിൽക്കുന്ന ആ ഗ്രന്ഥങ്ങൾ, അതാണ് വേദങ്ങള്, ഉപനിഷത്തുകള്, ശാസ്ത്രങ്ങള്, പുരാണങ്ങള്, സംഹിതകള്, സ്തോത്രങ്ങള്. ഇപ്പൊ നാരായണീയൊക്കെ എന്ന് പറഞ്ഞാൽ സ്തോത്ര കാവ്യാണ്. സ്തോത്രം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? സ്തുതിക്കുന്നത്, ഭഗവാനെ സ്തുതിക്കുക ആണ് സ്തോത്രകാവ്യങ്ങള്. അതേപോലെ ജ്ഞാനപ്പാന, ഹരിനാമ കീർത്തനം, ഇതേപോലെ വിഷ്ണു സഹസ്രനാമാണെങ്കിൽ അങ്ങനെ, ലളിതാ സഹസ്രനാമാണെങ്കിൽ അങ്ങനെ നാമം ജപിക്കുക. ഇതൊക്കെ ഭഗവാനെ പറ്റിയിട്ട് പറയുന്ന ഗ്രന്ഥങ്ങളാണ്. അതൊരു മറ്റൊരു വിഭാഗം. ഏത് വിഭാഗമാണ്? അതിനാണ് സത് ശാസ്ത്ര ഗ്രന്ഥങ്ങൾ എന്ന് പറയും. മറ്റേതൊക്കെ അസത് ശാസ്ത്ര ഗ്രന്ഥങ്ങൾ. അപ്പൊ നമ്മൾ ഇന്ന് പഠിക്കണ ഭൗതികവാദങ്ങളൊക്കെ ഭൗതികം. കാരണം എന്താ? എന്നും നിലനിൽക്കുന്നതിനെ പറ്റിയിട്ട് പഠിക്കണം എന്ന് പറയാൻ കാരണം, എന്നും നിലനിൽക്കുന്നതിനോടെ നമുക്ക് ബന്ധമുള്ളൂ, അല്ലെ? ഈ ശരീരം എന്നും നിലനിൽക്കുന്നതല്ല. ശരീരം ഇപ്പൊ ഇവിടെ ഒരു 10-25 കൊല്ലം, അല്ലെങ്കിൽ ഒരു 10-50 കൊല്ലം, 100 കൊല്ലം കഴിഞ്ഞാൽ ഈ ശരീരം ഇല്ല. അവിടെ നമുക്ക് വേറെ ശരീരം തരും ഭഗവാൻ, അടുത്ത ജന്മത്തിൽ വേറെ ശരീരം. അന്നും നമുക്ക് എന്തേ ഗുണമുള്ളൂ? ഈ ഭഗവാനോടെ നമുക്ക് ബന്ധമുള്ളൂ, ഈ ജീവനോടാണ് നമുക്ക് ബന്ധമുള്ളത് എന്നർത്ഥം. അതെ, ഫലശ്രുതി എന്ന് പറയുന്നത് അവസാനം കൊടുത്തതിനാണ് ഫലശ്രുതി പറയുക. അതായത് ഇത് നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ട് വെച്ചാൽ എന്ത് ഫലമാണ് നമുക്ക് അതൊന്ന് കിട്ടുക. അപ്പൊ നമുക്ക് ഓരോരോ ആഗ്രഹങ്ങൾ ഉണ്ടാവുമല്ലോ. ആഗ്രഹങ്ങളൊക്കെ, ഭയം ഉള്ള ആൾക്കാർ ഭയം ഇല്ലാതെ, അതാണ് അവരുടെ ആഗ്രഹം. ഐശ്വര്യം ഉണ്ടാവണം എന്ന് വിചാരിക്കുന്ന ആൾക്കാർക്ക് ഐശ്വര്യം ഉണ്ടാവുക, അതാണ് ഫലം. അതിനാണ് ഫലശ്രുതി പറയുക. ആ ഫലശ്രുതിയോട് കൂടിയിട്ടാണ് അധ്യായം സമർപ്പിക്കുക. ഒരു അധ്യായം നമ്മൾ പാരായണം ചെയ്യുമ്പോൾ എന്ത് വേണം? ആദ്യം മുതൽ അവസാനം വരെ പാരായണം ചെയ്യണം. നമ്മൾ ആദ്യമേ പറഞ്ഞു, ഈ ഭാഗവതം എന്ന് പറഞ്ഞാൽ തേനേയം വാക്മയി മൂർത്തി, വാക്കുകളെ കൊണ്ട്, അക്ഷരങ്ങളെ കൊണ്ട് നിർമ്മിച്ചതായിരിക്കുന്ന ഭഗവാന്റെ സ്വരൂപമാണ് ഭാഗവതം. അപ്പൊ ആ സ്വരൂപം എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്? അക്ഷരങ്ങളെ കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പൊ ആ അക്ഷരത്തിന് വികലത വന്നു കഴിഞ്ഞാൽ എന്തായി? സ്വരൂപത്തിന് വികലത വന്നു, അല്ലെ? അക്ഷരം ഇല്ലാതായി കഴിഞ്ഞാൽ സ്വരൂപത്തിന് വികലത വന്നു. അപ്പോൾ ഒരു അധ്യായം നമ്മൾ പാരായണം ചെയ്യുമ്പോൾ അധ്യായത്തിന്റെ ആദ്യം മുതൽ അവസാനം വരെ പാരായണം ചെയ്യണം. അപ്പൊ ഫലശ്രുതി ആണെങ്കിൽ ഫലശ്രുതിയോട് കൂടിയിട്ട് പാരായണം ചെയ്ത് നിർത്തുക. അപ്പോഴാണ് അത് പൂർണ്ണമാവുക എന്ന് പറയും. ഇനിയിപ്പോ നമുക്ക് ഒട്ടും സമയമില്ലെങ്കിൽ മാത്രം എന്ത് ചെയ്യുക? ഓം ഹരിർവിദധ്യാൻ മമ സർവരക്ഷാം ന്യസ്താംഗ്രി പത്മപദകേന്ദ്ര പൃഷ്ഠേ, അവിടുന്നാണ് ഈ മന്ത്രം തുടങ്ങുക. അതേപോലെ എന്താ വെച്ചാൽ നമ്മളിപ്പോ ഈ സഹസ്രനാമൊക്കെ ജപിക്കുന്ന സമയത്ത് എന്തുണ്ട്? സഹസ്രനാമൊക്കെ ജപിക്കുന്ന സമയത്ത് ആദ്യം മുതൽ അവസാനം വരെ ആ അധ്യായം മുഴുവൻ, മഹാഭാരതത്തിലെ ആ അധ്യായം മുഴുവനും പാരായണം ചെയ്യുന്നതിന് തന്നെയാണ് പ്രാധാന്യം. പക്ഷെ സ്ഥിരമായിട്ട് ജപിക്കുന്ന ആൾക്കാരാകുമ്പോൾ എന്തുണ്ട്? അവർക്കത് മുഴുവനും ചൊല്ലാൻ പറ്റില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? നമ്മളവിടെ
ശുക്ലാംബരധരം വിഷ്ണു എന്ന് തുടങ്ങും, പിന്നെ ശാന്താകാരൻ എന്ന് തുടങ്ങും, പിന്നെ വിശ്വം വിഷ്ണു വഷൽക്കാരോ ഭൂതഭവ്യ പ്രഭു എന്ന് തുടങ്ങി ആത്മയോനി സ്വയം ജാതോ വൈകാര സാമഗായന ദേവകീ നന്ദന സ്രഷ്ട ക്ഷതീശ പാപനാശന ശങ്കഭൃൻ നന്ദകീ ചക്രീ ശാർങ്ങധന്വാ ഗദാധര രഥാംഗപാണി രക്ഷോഭ്യ സർവപ്രഹരണായുധ എന്ന് പറഞ്ഞ് നൃത്തം ചെയ്യും. അല്ലെ, അത് ഒരു അധ്യായം മുഴുവനും ഇല്ല, അതിലെ ഫലശ്രുതി ഒന്നുമില്ല. ഇതെന്താ കാരണം, ഇത് സ്ഥിരമായിട്ട് നമ്മൾ ജപിക്കുമ്പോൾ വേറെയും കുറേ കാര്യങ്ങളുണ്ട്, അതുകൊണ്ട് മാത്രമാണ് അത് മാത്രമാക്കി മാറ്റണത്. പക്ഷെ നാരായണ കവചമൊക്കെ നമ്മൾ ജപിക്കുമ്പോൾ ആദ്യം മുതൽ അവസാനം വരെ ജപിക്കുന്നതിന് തന്നെയാണ് കൂടുതൽ പ്രാധാന്യം. ഞാൻ ഈ നാരായണ കവച മന്ത്രം ഒരു പ്രാവശ്യം ഒന്ന് ചൊല്ലാം, എല്ലാവർക്കും കേൾക്കാം. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. എല്ലാവരും നന്നായിട്ട് ശ്രദ്ധിച്ചോളൂ. പല അക്ഷരപ്പശകുകളൊക്കെ വരാൻ സാധ്യത ഉള്ളതായിരിക്കുന്ന അധ്യായമാണ് നാരായണ കവച മന്ത്രം. അപ്പോൾ ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. ചൊല്ലുന്നത് എനിക്കിപ്പോൾ ഞാൻ അത്രത്തോളം അറിയും എന്നുള്ള രീതിയിൽ പറയുന്നതല്ല, കുറച്ച് കാലം ആയിട്ട് ഈ ഭാഗവതം വായിക്കുന്നത് കൊണ്ട് പറയുന്നതാണ്. അപ്പോൾ ചൊല്ലാം, എല്ലാവരും ശ്രദ്ധിച്ചിരുന്നോളൂ. ഓം നമോ ഭഗവതേ വാസുദേവായ. അഥ അഷ്ടമോധ്യായ. രാജോവാച യയാ ഗുപ്ത സഹസ്രാക്ഷസവാഹാൻരിപുസൈനികാൻ ക്രീഡന്നിവ വിനിർജിത്യ ത്രിലോക്യാ ബുഭുജേ ശ്രിയം ഭഗവം സ്തന്മമാഖ്യാഹി വർമ്മനാരായണാത്മകം യഥാ തഥായിന ശത്രൂൻ യേന ഗുപ്തോജയൻ മൃധേ. ശ്രീശുക ഉവാച വ്രതഃ പുരോഹിതസ്ത്വാഷ്ട്രോ മഹേന്ദ്രായാനുപൃച്ഛതേ നാരായണാഖ്യം വർമാഹ തദിഹൈകമനാശൃണു. വിശ്വരൂപ ഉവാച ധൗതാഘ്രിപാണിരാചമ്യ സപവിത്ര ഉദങ്മുഖ കൃതസ്വാംഗകരന്യാസോ മന്ത്രാഭ്യാം വാഗ്യതശുചി നാരായണമയം വർമാ സന്നഹ്യേത് ഭയ ആഗതേ പാദയോർജാനുനോരൂർവോരുദരേ ഹൃദ്യധോരസി മുഖേ ശിരസ്യാനുപൂർവ്യാദോങ്കാരാദീനി വിന്യസേത്. ഓം നമോ നാരായണായേതി വിപര്യയമഥാപിവ കരന്യാസം തതക്കുര്യാദ്വാദശാക്ഷരവിദ്യയ പ്രണവാദിയകാരാന്തമങ്കുല്യങ്കുഷ്ഠപർവസു ന്യസേഹൃദയ ഓങ്കാരം വികാരമനുമൂർധനി ഷകാരം തു ഭ്രുവോർമധ്യേ ണകാരം ശിഖയാദിശേത് വേകാരം നേത്രയോർയുഞ്ജ്യാൻ നകാരം സർവസന്ധിഷു മകാരമസ്ത്രമുദ്ദിശ്യ മന്ത്രമൂർത്തിർഭവേത് ബുധ സവിസർഗം ഭടന്തം തത്സർവദിക്ഷു വിനിർദിശേത്. ഓം വിഷ്ണവേ നമ ഇതി ആത്മാനം പരമം ധ്യായേദ്ധ്യേയം ഷഡ്ശക്തിഭിര്യുതം വിദ്യാതേജസ്തപോ മൂർത്തിമിമം മന്ത്രമുദാഹരേത്. ഓം ഹരിർവിദധ്യാൻ മമ സർവരക്ഷാം ന്യസ്താഘ്രിപത്മപദകേന്ദ്രപൃഷ്ഠേ ദരാരി ചർമാസി ഗദേഷു ചാപപാശാൻ ദധാനോഷ്ടഗുണോഷ്ടബാഹു ജലേഷു മാം രക്ഷതു മത്സ്യമൂർത്തിർയാദോ ഗണേഭ്യോ വരുണസ്യ പാശാത് സ്ഥലേഷു മായാവടുവാമനോവ്യാത് ത്രിവിക്രമഖേവതു വിശ്വരൂപ ദുർഗേഷഡവ്യാജിമുഖാദിഷു പ്രഭു പായാനൃസിംഹോസുരയൂഥപാരി വിമുഞ്ചതോ യസ്യ മഹാട്ടഹാസം ദിശോ വിനേതുർന്യപതംശ്ച ഗർഭാ രക്ഷത്വസോ മാധ്വനിയജ്ഞകൽപ്പ സ്വദംഷ്ടയോന്നീതധരോ വരാഹ രാമോദ്രികൂടേഷഥ വിപ്രവാസേ സ ലക്ഷ്മണോ വ്യാദ്ഭരദാഗ്രജോസ്മാൻ മാമുഗ്രധർമാദഖിലാത് പ്രമാദാന്നാരായണ പാതു നരശ്ചഹാസാത് ദത്തസ്ത്വയോഗാദഥ യോഗനാഥ പായാത് ഗുണേശ കപില കർമ്മബന്ധാത് സനൽകുമാരോ വധു കാമദേവാദ്ധയ ശീർഷാ മാം പഥിദേവഹേളനാത് ദേവഋഷിവര്യ പുരുഷാർച്ചനാന്തരാത് കൂർമോ ഹരിർമാം നിരയാത് അശേഷാത് ധന്വന്തരിർ ഭഗവാൻ പാത്വപഥ്യാത് ദ്വന്ദ്വാത് ഭയാദൃഷഭോ നിർജിതാത്മാ യജ്ഞശ്ച ലോകാദപതാജ്ജനാന്താത് ബലോഗണാത് ക്രോധവശാദഹീന്ദ്രിയം ദ്വൈപായനോ ഭഗവാനപ്രബോധാത് ബുദ്ധസ്തു പാഖണ്ഡഗണാത് പ്രമാദാത് കൽക്കിക്കലേ കാലമലാത് പ്രപാതു ധർമാവനായോരു കൃതാവതാര മാം കേശവോ ഗദയാ പ്രാതരവ്യാത് ഗോവിന്ദ ആസംഗമത്തവേണു നാരായണ പ്രാന്ന ഉദാത്തശക്തി മധ്യന്തിനേ വിഷ്ണുരരീന്ദ്രപാണി ദേവോപരാഹ്നേ വധുഹോഗ്രധന്വാ സായം ത്രിധാമാവതു മാധവോ മാം ദോഷേ ഹൃഷീകേശ ഉദാർത്ഥരാത്രേ നിശീഥ ഏകോ വധു പത്മനാഭ ശ്രീവത്സധാമാവരരാത്ര ഈശ
പ്രത്യൂഷ ഈശോസി ധരോ ജനാർദ്ദന ദാമോദരോ വ്യാതനുസന്ധ്യം പ്രഭാതേ വിശ്വേശ്വരോ ഭഗവാൻ കാലമൂർത്തി ചക്രം യുഗാന്താനിലതിക്മനേമി ഭ്രമത്സമന്താത് ഭഗവത് പ്രയുക്തം ദന്ധഗ്നിദന്ധഗ്നിരിസൈന്യമാശു കക്ഷം യഥാവാത സഖോ ഹുതാശ ഗദേശ നിസ്പരിശന വിസ്ഫുലിംഗേ നിഷ്പിണ്ഡി നിഷ്പിണ്ഡ്യജിത പ്രിയാസി ഊഷ്മാണ്ഡവൈനായകയക്ഷരക്ഷോ ഭൂതഗ്രഹാംശ്ചൂർണയ ചൂർണയാരിൻ ത്വം യാതുധാന പ്രമഥ പ്രേതമാതൃപിശാച വിപ്രഗ്രഹഘോരദൃഷ്ടിൻ ധരേന്ദ്രവിദ്രാവയ കൃഷ്ണപൂരിതോ ഭീമസ്വനോരേർ ഹൃദയാനി കമ്പയൻ ത്വം ദിക്മധാരാസി വരാരി സൈന്യമീശ പ്രയുക്തോ മമ ചിന്ധി ചിന്ധി ചക്ഷൂംഷി ചർമ്മൻ ശതചന്ദ്രഛാതയദ്വിഷാമഘോനാം ഹരപാപചക്ഷുഷാം യെന്നോ ഭയം ഗൃഹേഭ്യോ ഭൂത്കേതുഭ്യോ നൃഭ്യ ഏവ ച സരീസൃപേഭ്യോ ദംഷ്ട്രിഭ്യോ ഭൂതേഭ്യോ മോഭ്യ ഏവ വാ സർവാണ്യേതാനി ഭഗവൻ നാമരൂപാസ്ത്രകീർത്തനാത് പ്രയാന്തു സംക്ഷയം സദ്യോ യേന ശ്രേയഃ പ്രദീപകാ ഗരുഡോ ഭഗവാൻ സ്തോത്രസ്തോഭശ്ഛന്ദോമയ പ്രഭു രക്ഷത്വശേഷകൃച്ഛ്രേഭ്യോ വിശ്വക്സേന സ്വനാമഭി സർവാപദ്ഭ്യോ ഹരേർനാമരൂപയാനായുധാനിനം ബുദ്ധീന്ദ്രിയമനഃപ്രാണാൻ പാന്തു പാർഷദഭൂഷണാം യഥാ ഹി ഭഗവാനേവാവസ്തുതസ്തതസച്ചയത് സത്യേനാനേന ന സർവേ യാന്തു നാശമുപദ്രവാം യഥൈകാത്മ്യാനുഭാവാന വികൽപരഹിതസ്വയം ഭൂഷണായുധലിംഗാഖ്യ ധത്തേ ശക്തി സ്വമായയാം തേനൈവ സത്യമാനേന സർവജ്ഞോ ഭഗവാൻ ഹരി പാതു സർവയ്യസ്വരൂപേർന്ന സദാ സർവത്ര സർവഗ വിദിക്ഷു ദിക്ഷോർദ്ധമതസ്സമന്താദന്തർബഹിർഭഗവാൻ നാരസിംഹ പ്രഹാപയം ലോകഭയം സ്വനേന സ്വതേജസാ ഗ്രസ്തസമസ്തതേജ മഖവന്നിതമാഖ്യാതം വർമ്മനാരായണാത്മകം വിജേഷ്യസ്യഞ്ജസായേന ദംശിതോസുരയൂഥപാൻ ഏതദ്ധാരയമാണസ്തു യം യം പശ്യതി ചക്ഷുഷ പദാവാ സംസ്പൃശേൽ സദ്യ സാധ്വസാത് സ വിമുച്യത്തെ ന കുതശ്ചിത് ഭയം തസ്യ വിദ്യാം ധാരയതോ ഭവേത് രാജദസ്യുഗ്രഹാദിഭ്യോ വ്യാഘ്രാദിഭ്യശ്ച കരിഹിചിത് ഇമാം വിദ്യാം പുരാ കശ്ചിൽ കൗശികോ ധാരയൻ ദ്വിജാം യോഗധാരണയാ സ്വാംഗം ജഹോ സമരുധന്വനി തസ്യോപരി വിമാനേന ഗന്ധർവപതിരേകദ യയോ ചിത്രരഥസ്ത്രീഭിർവൃതോ യത്ര ദ്വിജക്ഷയ ഗഗനാന്യപതൽ സദ്യ സ വിമാനോ ഹ്യവാക്ഷിര സ ബാലഖില്യവചനാദസ്ഥീന്യാദായ വിസ്മിതാം പ്രാസ്യ പ്രാചീ സരസ്വത്യാം സ്നാത്വാ ധാമസ്വമന്വഗാധ ശ്രീശുക ഉവാച യ ഇദം ശൃണുയാത് കാലേ യോ ധാരയതി ചാദൃത തം നമസ്യന്തി ഭൂതാനി മുച്യത്തെ സർവതോ ഭയാത് ഏതാം വിദ്യാമധിഗതോ വിശ്വരൂപാച്ഛതക്രതു ത്രൈലോക്യലക്ഷ്മീം ഭുഭുജേ വിനർജിത്യമൃഥേ സുരാൻ. ഇത് ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായാം ഷഷ്ഠസ്കന്ധേ നാരായണവർമ്മകഥനം നാമ അഷ്ടമോധ്യായ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. എല്ലാവരും കേട്ടു എന്ന് വിചാരിക്കണം. ഒരു അധ്യായം പാരായണം ചെയ്ത് സമർപ്പിച്ചു.